ജമാഅത്ത് ഇസ്ലാമി പറയുന്ന ഹാക്കിമിയത്ത് എന്തുകൊണ്ടാണ് സലഫുകൾ സ്വീകരിക്കാത്തത്? ജമാഅത്ത് ഇസ്ലാമി പറയുന്ന ആദർശങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജമാഅത്ത് ഇസ്ലാമിയുമായി നമ്മൾ വിയോജിക്കുന്നത് തൗഹീദിൻ്റെ വിഷയത്തിലാണ്. തൗഹീദിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് ഒരു രാഷ്ട്രീയ വ്യാഖ്യാനം എഴുതി ആര്? മൗദൂദി. രാഷ്ട്രീയ വ്യാഖ്യാനം നമുക്കറിയാം, പലപ്പോഴും ഇസ്ലാമിനെ പല കോണിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മഹത്വങ്ങൾ. ഇപ്പം നമുക്കറിയാം, നമ്മുടെ IPS കാരനായിരുന്ന മലയാളി ഒരാൾ, അദ്ദേഹം ജയിലിൽ ചപ്പാത്തി കൊണ്ടുവന്നതിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? ഇത് മുഹമ്മദ് നബിയുടെ മോഡലിൽ നിന്ന് ഞാൻ സ്വീകരിച്ചതാണ്. കാര്യം ബദർ യുദ്ധത്തിൽ അവിടെ തടവിലാക്കപ്പെട്ട ആളുകളെ കൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം, അത് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു ജോലി കൊടുത്ത് നബി അവരെ ഉപയോഗിച്ചതുപോലെ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് ഈ ചപ്പാത്തി എന്നൊരു ജോലി ഉണ്ടാക്കുക, അത് നിർമ്മിക്കുക എന്നൊരു ജോലി കൊടുത്ത് അങ്ങനെ ഞാൻ നടപ്പാക്കിയ ആ നിലപാടത് വിജയിച്ചു. അതിന് എനിക്ക് പ്രചോദകമായത് റസൂലുള്ളാഹിയാണ്. ഇതും മനസ്സിലാക്കാം. ഇങ്ങനെ ഒരുപാട് ആളുകൾ നബിയുടെ ജീവിതത്തിൽ നിന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മാത്രമൊന്നുമല്ല, ഒരുപാട് ഏത് രംഗത്ത് നോക്കിയാലും ഇപ്പോൾ നമുക്കറിയാം, പിൽക്കാലഘട്ടത്തിൽ സംഭവിച്ച പല സംഗതികളും പല നന്മകളും ഇപ്പോൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട വളരെ വലിയ പഠനങ്ങൾ നബിയുടെ ജീവിതത്തിൽ നിന്ന് സംഭവിക്കുകയും മധ്യകാലത്തെ മുസ്ലിങ്ങൾ ഹോസ്പിറ്റൽ രംഗത്ത്, മെഡിക്കൽ രംഗത്ത് വളരെ വലിയ ഉയർന്ന സ്ഥാനങ്ങൾ എത്തുകയും ചെയ്ത വലിയ വലിയ പഠനങ്ങളുണ്ട് അതിനെ സംബന്ധിച്ച്. ഇതൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒരു പഠനമല്ല യഥാർത്ഥത്തിൽ മൗദൂദി സാഹിബ് നടത്തിയത്. നേരെ മറിച്ച് അദ്ദേഹം ഒരു വ്യാഖ്യാനം പുതിയത് എഴുതിയുണ്ടാക്കി. ആ വ്യാഖ്യാനം എഴുതിയുണ്ടാക്കിയപ്പോൾ അതിനു വേണ്ടി സ്വീകരിച്ച വാക്കുകൾ ഇസ്ലാമിൻ്റെ സംജ്ഞകളിൽ നിന്ന് അതിൻ്റെ അടിത്തറയായ 4 വാക്കുകളാണ് എടുത്തത്. ഒന്ന് റബ്ബ്, ദീന്, ഇബാദത്ത്, ഇലാഹ്. ഈ 4 വാക്കെടുത്ത് ഈ 4 വാക്കിൻ്റെയും പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക. റബ്ബ്, ദീന്, ഇബാദത്ത്, ഇലാഹ്. എന്നാൽ ഒരു മുസ്ലിമിൻ്റെ ജീവിതവും അവൻ്റെ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ 4 അടിസ്ഥാന വാക്കുകളെടുത്ത് അതിനെ ദുർവ്യാഖ്യാനിച്ചു. എന്നിട്ട് വ്യാഖ്യാനിച്ചിട്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണെന്ന് വരുത്തി തീർത്തു. എന്ന് മാത്രമല്ല, തഫ്ഹീമാത്ത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട്. തഫ്ഹീമാത്ത് ഉറുദുവിലാണ്. നിങ്ങൾ IPHൻ്റെ കോഴിക്കോട്ടുള്ള ബുക്ക് സ്റ്റാളിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഉറുദു സെഷനിൽ ചെന്നാൽ അവിടെ ഉണ്ടാവും ഈ തഫ്ഹീമാത്ത്. അത് വാങ്ങിയാൽ അതിലൊരു ഭാഗത്ത് മുസ്ലിം ആരാണോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ മുസ്ലിം ആരാണെന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന നിർവചനം എന്താണെന്ന് ചോദിച്ചാൽ ഇൻ്റർനാഷണൽ റവല്യൂഷണറി പാർട്ടി. ഉറുദുവിലുള്ള ബുക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എന്ത് മുസ്ലിമാരാണ്? ഇൻ്റർനാഷണൽ റവല്യൂഷണറി പാർട്ടി. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അത് ഉറുദുവിലല്ലേ ആ ബുക്ക്? അതെ, ഈ പറഞ്ഞ ഇംഗ്ലീഷല്ലേ? അതിൽ ബ്രാക്കറ്റിൽ ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഉറുദുവിൽ എഴുതിയിട്ട് ആർക്കെങ്കിലും തിരിയാതെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് എങ്ങനെ എഴുതിയിട്ടുണ്ട്? ഇൻ്റർനാഷണൽ റവല്യൂഷണറി പാർട്ടിയുടെ പേരാണ് എന്ത്? ഇത്രത്തോളം അതിനെ ദുർവ്യാഖ്യാനിച്ചു. ഒരു നാട്ടിൽ ഭരണം ഇല്ലെങ്കിൽ അവിടെ ദീൻ തന്നെ ഇല്ല എന്ന് പറഞ്ഞു. ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ ഭരണമാണ്. കാര്യം അവിടെ ദീൻ ഉണ്ടാകണമെങ്കിൽ ഭരണം വേണം, ഭരണമില്ലെങ്കിൽ അവിടെ ദീൻ ഇല്ല എന്ന് അദ്ദേഹം എഴുതി വെച്ചു. ഭരണമില്ലാത്ത നാട് അല്ലെങ്കിൽ ഭരണമില്ലാത്ത ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ നിലവിലില്ലാത്ത സാങ്കല്പിക വീട് പോലാണ്. അപ്പോൾ എനിക്കൊരു വീടുണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചു. ഞാനൊരു എഞ്ചിനീയറെ വിളിച്ചിട്ട് പ്ലാൻ വരപ്പിച്ചു. അങ്ങനെ മൂപ്പര് പ്ലാനൊക്കെ വരച്ച് എൻ്റെ കൈ കൊണ്ട് തന്നു. വീടുണ്ടോ? പ്ലാനല്ലേ ഉള്ളൂ. ഇതുപോലെയാണ് ഭരണം ഇല്ലെങ്കിൽ പ്ലാനൊക്കെ കയ്യിലുണ്ട്, പക്ഷെ എന്തില്ല? വീടില്ല. അപ്പോൾ സ്വാഭാവികം അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം നബി കുടുങ്ങൂലേനെ. കാര്യം ഇബ്രാഹിം നബിയുടെ കാലത്ത് ഇബ്രാഹിം നബി എന്തെടുത്തില്ല, ഒരു നാടും ഭരിച്ചിട്ടില്ല. ഇബ്രാഹിം നബി ഒരു നാടും ഭരിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ദീനില്ലാതെയാണോ, ദീനില്ലാത്തിടത്താണോ ഇബ്രാഹിം നബി ജീവിച്ചത്? അപ്പോൾ പറഞ്ഞു അത് കൊശവനെ പോലെയാണ്. ഇബ്രാഹിം നബിയൊക്കെ കൊശവനെ പോലെയാണ്. കൊശവൻ എന്ന് വെച്ചാൽ മൂപ്പര് മണ്ണൊക്കെ കുഴച്ച് റെഡിയാക്കി ഇങ്ങനെ വരെ ഒരു രാജ്യം ഉണ്ടാക്കാൻ, രാഷ്ട്രം ഉണ്ടാക്കാൻ മണ്ണൊക്കെ കുഴച്ചിങ്ങനെ വരുമായിരുന്നു. പക്ഷേ ചട്ടിയാണതിന് മുമ്പ് ആള് ഭരിച്ചു പോയി. മനസ്സിലായോ? ആരെപ്പറ്റി പറഞ്ഞത്? ആരെപ്പറ്റിയാണ് മൗദൂദി പറഞ്ഞത്? സിയാസി കശ്മകശ് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചത്. അപ്പോൾ മൗദൂദി ഇങ്ങനെ എഴുതി വെക്കുന്നത് ഇബ്രാഹിം നബിയെ പറ്റിയാണ്. എന്നാൽ ഈ അതേ ഇബ്രാഹിം നബിയെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? ഇബ്രാഹിം അല്ലദീ വഫാ. ഇബ്രാഹിം നബി ആരാണ്? എല്ലാം പൂർത്തിയാക്കിയ ആളാണ്. ആര്? ഒന്നും ബാക്കിയാക്കിയിട്ടില്ല, എല്ലാം പൂർത്തിയാക്കിയ ആളാണ് ഇബ്രാഹിം നബി. ഫഅതമ്മഹുന്ന. എന്ത് പറഞ്ഞു അതൊക്കെ പൂർത്തിയാക്കിയ ആളാണ് ആര്? ഇബ്രാഹിം നബി. മൂപ്പര് പറയുന്നത് മണ്ണ് കുഴച്ചിട്ടുള്ളൂ, ചട്ടി ഉണ്ടാക്കിയില്ല. എന്നാൽ മുഹമ്മദ് നബിയൊക്കെ മണ്ണ് കുഴച്ച് ചട്ടി ഉണ്ടാക്കി. യൂസുഫ് നബി മണ്ണ് കുഴച്ച്
ചട്ടി ഉണ്ടാക്കി. അവർ ഭരണം കിട്ടിയവരൊക്കെ ചട്ടി ഉണ്ടാക്കി, മറ്റവരൊക്കെയോ ചട്ടി ഉണ്ടാക്കാതെ പോയ ആൾക്കാരാണ്. ഇത് തന്നെയാണ് അടിസ്ഥാന പ്രശ്നം. അങ്ങനെ ഈ രൂപത്തിൽ ഇസ്ലാമിക വിരുദ്ധമായ ചിന്തകൾ, അതുപോലെ സങ്കല്പങ്ങൾ, നേരത്തെ പറഞ്ഞ ബുദ്ധി ദീനുണ്ടാക്കുകയാണ്, സ്വയം ദീനുണ്ടാക്കുകയാണ്, സ്വയം ചിന്താ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുകയാണ്. ആ ചിന്താ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മൗദൂദി ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി മൗദൂദി പുതിയ വർക്കൊന്നും നടന്നില്ല. നമ്മൾ വിചാരിക്കും മൗദൂദി ഭയങ്കര ചിന്ത നടത്തി, ഗവേഷണം നടത്തി എന്നാണ്. അല്ല, മൗദൂദി ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ മൗദൂദി ഷിയാക്കൾ അതുവരെ പറഞ്ഞു പഠിപ്പിച്ചിരുന്ന ചിന്തകളുണ്ട്. ഇമാമിയ സങ്കല്പം എന്ന് ആദ്യം ഷിയാക്കൾ പറഞ്ഞിരുന്ന, പിന്നീട് ഇപ്പം അതല്ല, അപ്പം അത് മാറ്റി, ഖുമൈനിക്ക് ശേഷം ആ സങ്കല്പം മാറ്റി പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ഇമാമിയ സങ്കല്പത്തെ അവിടുന്ന് അങ്ങനെ തന്നെ കോപ്പി അടിച്ച് എവിടെ അവതരിപ്പിച്ചു? നമ്മുടെ ഇടയിൽ, അഹ്ലുസുന്നയുടെ ഇടയിൽ അവതരിപ്പിച്ച ആളാണ് മൗദൂദി. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെയുള്ള ആളുകൾ നിരൂപിച്ചു പറഞ്ഞു, ഇദ്ദേഹം ആട്ടിൻ തോലണിഞ്ഞ് ആരാണ്? ഷിയയാണ്. അഹ്ലുസുന്നയുടെ തോലിട്ട ഷിയയാണ് ആര്? മൗദൂദി. ഒരു ബുക്ക് തന്നെ ഉണ്ട്, ഷഖീഖാൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം തന്നെ ഉണ്ട്, കിതാബ് തന്നെ ഉണ്ട്. കാരണം വെച്ചാൽ ഷിയാക്കളും മൗദൂദിയും തമ്മിലുള്ള ആദർശപ്പൊരുത്തം, അവരുടെ ആ കാലഘട്ടത്തിലെ ഇടപെടലുകൾ, അവരുമായുള്ള ബന്ധങ്ങളൊക്കെ വിശദീകരിക്കുന്ന ചിത്രസഹിതം വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം തന്നെ, ഒരു കിതാബ് തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ ചോദിച്ചാൽ ഒരു ഏജന്റായി, ഷിയായിസത്തിൻ്റെ ഏജന്റായി അഹ്ലുസുന്നയുടെ ഇടയിൽ പ്രവർത്തിക്കുകയായിരുന്നു മൗദൂദി സാഹിബ്. അത് വളരെ വ്യക്തമാണ്. നിങ്ങൾക്ക് ഒരു ബുക്ക് വാങ്ങാൻ കിട്ടും, ഖുമൈനിയുടെ പുസ്തകം, ഇസ്ലാമിക ഗവൺമെൻറ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ ഇസ്ലാമിക് ഗവൺമെൻറ് എന്ന പുസ്തകത്തിന് ആമുഖമുണ്ട്. നിങ്ങൾ ആ ബുക്ക് മുഴുവൻ വായിക്കണ്ട, ഖുമൈനി എഴുതിയ പുസ്തകമാണ്. അപ്പോൾ ആ ഖുമൈനിയുടെ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ അതിൻ്റെ ആമുഖമായി എഴുതിയ ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. വളരെ കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ബന്ന, മൗദൂദി, ഖുമൈനി ഇവരെല്ലാവരും ഒരേ അച്ചുതണ്ടിൽ പ്രവർത്തിച്ച ആളുകളാണ്. ആരൊക്കെ? ബന്ന, പിന്നെ ബന്ന ആരാന്നറിയോ? ഹസനുൽ ബന്ന, പിന്നെ മൗദൂദി, അബുല്ല മൗദൂദി, പിന്നെ ആയത്തുള്ള റൂഹുല്ല ഖുമൈനി. ഇവരൊക്കെ ഒരേ ലക്ഷ്യത്തിൽ, ഒരേ രൂപത്തിൽ വർക്ക് ചെയ്ത ആളുകളാണ്. അതിൻ്റെ മലയാളത്തിൽ എഴുതി വെച്ചത് കാണാൻ സാധിക്കും. മാത്രമല്ല SIO പോലെയുള്ള സംഘടനകൾ, ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനകൾ, ആ ഷിയായിസത്തെക്കുറിച്ച് അതിവർണ്ണനകളോടെയുള്ള പാട്ടുകൾ, എത്രയോ രചനകൾ നമുക്ക് കാണാൻ കഴിയും. ഇന്നും നിങ്ങൾ ഷിയായിസത്തിനെതിരെ സംസാരിച്ച് നോക്കിയാൽ അവിടെ ബഹളം വെക്കുന്ന ആരായിരിക്കും? ജമാഅത്ത് ഇസ്ലാമിക്ക്. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നേരത്തെ പറഞ്ഞ പിഴച്ച ഫിറഖുകളിൽ പെട്ടതാണ് ആര്? അശ്ശിയഅത്തു. 32ഓളം കക്ഷികളായി ഇവർ മാറി എന്ന് പറഞ്ഞില്ലേ? ആര്? മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞില്ലേ? ഷിയാക്കള്. ആ ഷിയാക്കളുടെ കക്ഷികൾ അവരുടെ കൂട്ടുപിടിച്ച് അഹ്ലുസുന്നയുടെ ഇടയിലേക്ക് ആ വിശ്വാസത്തെ കടത്തിവിടാൻ ശ്രമിച്ച ആളുകളാണ് യഥാർത്ഥത്തിൽ മൗദൂദിസത്തിൻ്റെ ആളുകൾ. അതുകൊണ്ട് തന്നെയാണ് അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധം തീർത്തത്, ഇസ്ലാമിക ലോകം പ്രതിരോധം തീർത്തത്. ഇന്ന് നമുക്കറിയാം, ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഷിയായിസം വളരെ ശക്തമായ രൂപത്തിൽ ഇടപെടുകയും പല രൂപത്തിൽ, പല തരീക്കത്തുകൾ വഴി, അതുപോലെ തന്നെ പല ഇത്തരത്തിലുള്ള ചിന്താ പ്രസ്ഥാനങ്ങൾ വഴി ഒക്കെ അവരുടെ ചിന്തകളെ മുസ്ലിം ഉമ്മത്തിൻ്റെ മനസ്സിലേക്ക് ഇട്ടിട്ടിട്ട് മെല്ലെ അത് വളർത്തി വലുതാക്കിയിട്ട് ഇപ്പോൾ ഷിയായിസത്തിൻ്റെ പുതിയ യൂണിറ്റ് എറണാകുളം ജില്ലയിൽ പരസ്യമായി ബോർഡ് വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരു വർക്ക്ഷോപ്പ് പോലെ തന്നെ എന്താണ് ഷിയായിസം എന്ന് അറിഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്, തെളിവുകൾ വെച്ച് വായിച്ച് പഠിച്ച് പ്രതിരോധം തീർക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ട വർക്ക് അതാണ്. ചെറിയ വർക്കല്ലത്, വളരെ വലിയ വർക്കാണ്. നമ്മൾ ചെയ്തു പോകുന്ന വർക്കാണ്. പക്ഷേ ഇനി അതിന് പഴയതുപോലല്ല. കാരണം ഷിയാക്കൾ വളരെ സിസ്റ്റമാറ്റിക്കലായി അത് പ്രവർത്തിച്ച് നമുക്കിടയിൽ, നമ്മുടെ യുവാക്കൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമം നടത്തുമ്പോൾ നമ്മൾ ഒന്നാം നിരയിൽ നിന്നുകൊണ്ട് അതിന് പ്രതിരോധം തീർക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. മുൻകാലഘട്ടങ്ങളിൽ ഇങ്ങനെ കടന്നു കയറാൻ ശ്രമിച്ചപ്പോൾ അതിനെ പ്രതിരോധിച്ച് മുസ്ലിം ഉമ്മത്ത് കേരളത്തിൽ നിന്ന് പായിച്ചതാണ്. പക്ഷേ വീണ്ടും അവർ പുതിയ അടവുകളുമായി രംഗത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് കൃത്യമായ ഒരു വർക്ക്ഷോപ്പിലൂടെ ഇരുന്ന് പഠിച്ചു മനസ്സിലാക്കി ഒരു ടീം അതിനെതിരെ ശക്തമായി പ്രതിരോധം തീർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റം ഇൻഷാ അല്ലാഹ് ഈ ബുസ്താൻ കേന്ദ്രീകരിച്ച് അടുത്ത ആഴ്ചകളിൽ തന്നെ വരുന്നുണ്ട്. അതിൻ്റെ പോസ്റ്റർ ഇറങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും അതിനകത്ത് സഹകരിക്കണം. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഒരു വാക്ക് എഴുന്നേറ്റെന്ന് പറയാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ കൊണ്ടുവരണം. ഒരു വരി എഴുതാൻ കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരണം. കാരണം നാവ് കൊണ്ടും പേന കൊണ്ടും പ്രതിരോധിക്കലാണ് നമ്മുടെ ബാധ്യത എന്ന് സൂചിപ്പിക്കാൻ. യഥാർത്ഥത്തിൽ ഈ ഒരു വഴി
ജയ്ഷ് ആയിഷത്തിന് ഈ കേരള സമൂഹത്തിലേക്ക്, ഇന്ത്യ രാജ്യത്തേക്ക് ഈ രൂപത്തിൽ ഇടപെടാനുള്ളൊരു വഴി തുറന്നുകൊടുത്ത സംഘടനകളിൽ അതിന് നേതൃത്വം വഹിച്ച സംഘടനയാണ് എന്ത് ജമാഅത്ത് ഇസ്ലാമി. ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് ഡീപ്പായിട്ട് പഠിക്കണം, ലോകാടിസ്ഥാനത്തിൽ തന്നെ പഠിക്കണം. അത് വലിയ സബ്ജക്റ്റാണ്. നമ്മൾ ചെറിയ രൂപത്തിൽ ഇത് പറയുന്നേ ഉള്ളൂ, എങ്ങനെ ലളിതമായ രൂപത്തിൽ. എന്നാൽ അതിൻ്റെ ഓരോ വശങ്ങളും വിശദമായി തന്നെ മനസ്സിലാക്കി പോകേണ്ടതാണ്. നമ്മുടെ മുൻകാല പണ്ഡിതന്മാർ അത് വിശദമായി തന്നെ നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അറബി ലോകത്തിനടക്കം ഇത് കൃത്യമായി പഠിപ്പിച്ചിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ ഈ സന്ദേശം കൈമാറി കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവരുടെ മുഖം മൂടി അറിയാതെ ആദ്യ കാലഘട്ടങ്ങളിൽ അറബി ലോകത്തേക്ക് ഇവർ സ്വാധീനം ചെലുത്തി കടന്നു വന്നപ്പോൾ ആ തുടക്ക കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ ബഹുമാന്യനായ ഉമർ മൗലവിയെ പോലുള്ള ആളുകൾ, കെ എം മൗലവിയെ പോലുള്ള ആൾ, കെ എം മൗലവിയാണ് ആദ്യം ഇത് തിരിച്ചറിഞ്ഞത്. കാരണം കെ എം മൗലവിയെയും ഇവർ പറ്റിക്കാൻ വന്നു. കെ എം മൗലവി ആദ്യം ഇത് തിരിച്ചറിഞ്ഞു. ഇബാദത്ത് എന്ന വിഷയത്തിൽ അദ്ദേഹം ഒരു പ്രഗത്ഭമായ പ്രൗഢമായ ലേഖനം എഴുതി. ഉമർ മൗലവി ആ തിരി കയ്യിലെന്തി കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം ഓടി നടന്നു. മാത്രമല്ല അറബി നാടുകളിലടക്കം അദ്ദേഹം ഈ സന്ദേശം, ഇതിൻ്റെ അപകടം ബോധ്യപ്പെടുത്തി. ആ അറബി പണ്ഡിതന്മാരടക്കം അത് അംഗീകരിക്കുകയും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആ നിലപാട് അത് തന്നെയാണ് ശരിയായ നിലപാടെന്ന് ഇന്ന് അറബി ലോകത്തെ സലഫി ഉലമാക്കൾ ഒന്നടങ്കം അംഗീകരിക്കുകയും ആ രംഗത്ത് അവർ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും അതിന് തുടക്കം കുറിച്ചത് നമ്മുടെ കേരളത്തിലെ പണ്ഡിതന്മാർ തന്നെയാണ് എന്ന് നമ്മൾ അഭിമാനത്തോടെ ഓർക്കേണ്ടതുണ്ട്. അത് കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ആ സംവിധാനത്തിനെതിരെ സംസാരിക്കണം എന്നുള്ളതാണ്. ഇനി ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കേണ്ടത് എനിക്ക് ഏറ്റവും പിന്നെ രസകരമായി തോന്നിയൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു കേസ് വന്നു. എവിടെ ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഈ വക്കീൽ ജമാഅത്ത് ഇസ്ലാമിക്കത് കൊടുത്ത കുറേ തെളിവുകളുണ്ട്. തെളിവുകളിൽ വളരെ പ്രധാനപ്പെട്ട തെളിവെന്ന് വെച്ചാൽ, ഇത് ഒന്ന് ഇന്ത്യയിലെ ജനാധിപത്യം മതേതരത്വം അതിനൊക്കെ എതിരാണ് എന്നൊക്കെ പറയുന്ന പുസ്തകം. ആ പുസ്തകമടക്കം തെളിവ് കൊടുത്തു. അപ്പോൾ ഇന്നും IPH ബുക്ക് സ്റ്റാളിൽ വാങ്ങാൻ കിട്ടുന്ന പുസ്തകമാണ് ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം, ഒരു താത്വിക വിശകലനം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഇതുകൊണ്ട് കോടതി കൊടുത്തു. കാര്യം അതിൽ ഉണ്ട് പിന്നെ ആധുനിക മതേതരത്വ ജനാധിപത്യം ഒരു മുസ്ലിമിൻ്റെ ഈമാനിനും ഇസ്ലാമിനും ഘടകവിരുദ്ധമാണ്. മനസ്സിലാക്കണം എന്താ പറഞ്ഞത്? ആധുനിക ജനാധിപത്യ മതേതരത്വം ഒരു മുസ്ലിമിൻ്റെ ഇസ്ലാമിനും ഈമാനിനും ഘടകം. ഇത് മൗദൂദ് നടത്തിയ പ്രസംഗമാണ്, മൗദൂദിയുടെ ബുക്കാണത്. ഇതുകൊണ്ട് ഈ കോടതി കൊടുത്ത ഹൈക്കോടതിയിൽ IPH ബുക്ക് വിൽക്കുന്ന പുസ്തകമാണ്. അപ്പോൾ അന്ന് ആരിഫ് അലിയാണ് അതിൻ്റെ അമീർ. അപ്പോൾ ആരിഫ് അലി കോടതിയിൽ ഇത് സമർപ്പിച്ചപ്പോൾ ആരിഫ് അലി അതിന് എഴുതി കൊടുത്തതെന്ന് വെച്ചാൽ എന്താ എഴുതി കൊടുത്തറിയോ? എന്താ എഴുതി കൊടുത്തത്? ഈ പുസ്തകവുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല. 1. 2, ഇതെഴുതിയ ആളുകളെ ഈ വീക്ഷണത്തോട് ഞങ്ങൾ യോജിക്കുന്നില്ല. 3, IPH ജമാഅത്തെ ഇസ്ലാമിയുടേതല്ല. നിങ്ങളാലോചിക്ക്, ഇത് കേരളത്തിലെ അമീർ എഴുതി വാപ്പാൻ്റെ പേരും വെച്ച് ഒപ്പിട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇന്നാടെ മകനാണ്, ഇന്നാളാണ്, ഒപ്പ്. എന്താ എഴുതി കൊടുത്ത്? ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഞങ്ങളുടെ ആശയമല്ല. ഈ ബുക്ക് സ്റ്റാള്, ഈ ബുക്ക് വിഭാഗം, പബ്ലിഷിംഗ് വിഭാഗം അതുപോലെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ, ഇവരുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല. ഇത് എഴുതിയ ആളുടെ ഈ വീക്ഷണമായിട്ട് ഞങ്ങൾക്ക് യോജിപ്പില്ല. എഴുതി കൊടുത്തു. അപ്പം നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം, ഈ നിലപാട് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി അതിൻ്റെ നിലപാട് തെറ്റാണെന്ന് സ്വന്തം അമീർ തന്നെ കോടതിയിൽ വന്നിട്ട് എഴുതി കൊടുക്കണം. ഇത് അബദ്ധമാണ്, നമുക്ക് യോജിക്കാൻ കഴിയാത്തതാണ് എന്ന് എഴുതി കൊടുക്കേണ്ടി വരികയാണ്. പറഞ്ഞത് മുഴുവനും പൊള്ളാണ്. കാര്യം അങ്ങനെയില്ല. കാരണം ഈ പുസ്തകം ആദ്യം ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്നറിയോ? എന്തായിരുന്നു പേര്? 70കളിൽ ഈ ബുക്ക് ഇറങ്ങുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം. പിന്നെ പേര് മാറ്റി, പുറംചട്ടം മാറ്റി. ഉള്ളിൽ അത് തന്നെയാണ്, പുറംചട്ടം മാറ്റിയിട്ടാണ് ജനാധിപത്യം, മതേതരത്വം, ഒരു താത്വിക വിശകലനം എന്നൊക്കെ പേരിട്ട്. ആദ്യം 70കളുടെ പേരെന്താണ്? ജമാഅത്ത് ഇസ്ലാമിയുടെ സന്ദേശം. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ സന്ദേശം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ പിന്നെ അവർക്ക് തന്നെ മനസ്സിലായി ഇത് പറ്റില്ല, ഇതും പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല. ഇസ്ലാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഏത് ബഹറിൽ നിന്നിട്ട് പറയാം, ഏത് പ്രതിസന്ധിയിൽ നിന്ന് ഇസ്ലാം പറയാം. ഇസ്ലാം ആണെങ്കിൽ ഏത് പ്രതിസന്ധിയിൽ നമുക്കത് പറയാൻ കഴിയും. ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി തന്നെ ഇത്തരം നിലപാടുകൾ, അബദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയും അത് ആദർശമാക്കുകയും അതൊരു സംഘടനയായി പരിവർത്തിപ്പിക്കപ്പെടുകയും അതൊരു കേഡർ സംഘടനയായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ്. വളരെ വിശദമായി തന്നെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു സംവിധാനമാണത്. എന്നാൽ ചുരുക്കി ഇത്രയും മാത്രമാണ് സൂചിപ്പിക്കുന്നത്.
അസ്സലാമു അലൈക്കും. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് സലഫികൾ, പ്രത്യേകിച്ച് ഈ സൗദി അറേബ്യയിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ സംഘടനയുമായി ബന്ധം വേണ്ട, ഒരു സംഘടന വേണ്ട, എന്നാൽ പക്ക സലഫിയത്ത് കൊണ്ടു കിടക്കുക എന്നുള്ള അങ്ങനത്തെ നിലപാടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് എനിക്കൊക്കെ അറിയുന്നുണ്ടാവും. എന്നാൽ അവർ പക്ക സലഫികളുമായിരിക്കും. ഈ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ വിഷയത്തിൽ കർക്കശ നിലപാടുള്ളവരായിരിക്കും. ഒരു വിസ്റ്റോ ഗാനമോ അങ്ങനത്തെ സംഘടനകളായിട്ടൊന്നും ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇതുള്ള നിലപാടുകാർ പറയണത് ഈ സംഘടന ഒരു വിദഗ്ധാണ്, അങ്ങനെയുള്ളൊരു ആ ഒരു വിഷയം ഒന്നുകൂടി ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അവർ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ പുറത്താവുമ്പോൾ അങ്ങനെ സംഘടനയുമായിട്ടൊന്ന് ബന്ധപ്പെടാതെ അങ്ങനെ രീതിയിൽ പോയാൽ സുന്നത്തുകൾ അനുധാവനം ചെയ്തിട്ട് അത് ലോക സലഫികളുടെ നിലപാടിനെതിരാണ്. ലോകത്തുള്ള സലഫികളുടെ നിലപാടിനെതിരാണത്. സ്വാഭാവികമായിട്ട് സൗദി അറേബ്യയിൽ പോയാൽ അവിടെ സംഘടന ഉണ്ടാക്കാൻ പാടില്ല. എന്തുകൊണ്ട്? സൗദി അറേബ്യ സംഘടന ഉണ്ടാക്കാൻ പാടില്ല, നമ്മൾ വേറെ പോയിട്ട് ഇല്ല. എന്തുകൊണ്ട്? അവിടെ ഹുക്കൂമത്താണ്, അവിടെ ഭരണം തന്നെ എന്താണ്? ഖുർആനും സുന്നത്തുമാണ് ഞങ്ങളുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച ഒരു ഭരണകൂടമാണ് അവിടുത്തെ ഭരണകൂടം, ഹുക്കൂമത്താണ്. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ഇമാമിനെ നിശ്ചയിക്കുന്നത്, ഖത്തീബിന് ശമ്പളം കൊടുക്കുന്നത്, അവിടുത്തെ പണ്ഡിതന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് മുഴുവനുമാരാ? ഗവൺമെൻറ്റാണ്. അവിടെ ഇമാമ് എന്ന് പറഞ്ഞാൽ പള്ളി കമ്മിറ്റിയല്ല ശമ്പളം കൊടുക്കുന്നത്. അവിടുത്തെ ഇമാമ്, പള്ളിയിലെ ഇമാമിനെ നിശ്ചയിക്കുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ജോബാണ് അവിടെ എന്ത്? ഒരു ഇമാമ്, ഒരു മുഅദ്ദിൻ, മനസ്സിലായോ? അവിടുത്തെ കോടതി എന്ന് വെച്ചാൽ അവിടുത്തെ ജഡ്ജി അടക്കം ഇസ്ലാമികമായിട്ട് വിധിക്കണം, മനസ്സിലാക്കുന്നുണ്ടോ? അത് മനസ്സിലാക്കി വിധിക്കുന്ന സ്ഥലമാണ്. അവിടെ പോയിട്ട് നമ്മുടെ സംഘടന ആവശ്യമുണ്ടോ? ഇല്ല. അവിടെ അസ്സമഉ വത്താഅ, ഭരണകൂടത്തെ അനുസരിക്കലാണ് വേണ്ടത്. അവിടുത്തെ പണ്ഡിതന്മാരും അസിസ്റ്റാണ്, ബാക്കിയുള്ളവരും അസിസ്റ്റാണ്. അങ്ങനെ തന്നെ പറയുള്ളൂ. അവർ ഭരണകൂടത്തെ അനുസരിക്കുക എന്ന് പറയും. അവർക്ക് വേറെ സംഘടനയുടെ ആവശ്യമൊന്നുമില്ല. അവിടെ അംറും ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഔഖാഫിൻ്റെ കീഴിൽ, മന്ത്രാലയത്തിന് കീഴിലാണ് ദഅവത്ത്. മന്ത്രാലയത്തിന് കീഴിലാണ് എന്ത്? ദഅവത്ത്, പ്രബോധനം, വഅദ്, പ്രസംഗം, ബുക്ക്, ഖുർആൻ, തഫ്സീർ, ഇതൊക്കെ ഭരണകൂടമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയുള്ള മുസ്ലിം രാജ്യങ്ങൾ, ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ചെന്നൊരു സംഘടനയുടെ ആവശ്യം ഇല്ല. നേരെ മറിച്ച് നമുക്ക് മുസ്ലിം ഉമ്മത്തിൽ സംഘടിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്നത് എവിടെയാണ്? ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലാണ്. കാരണം വെച്ചാൽ പല സംഗതികളുണ്ട്. നമ്മുടെ പള്ളിയുണ്ട്, മദ്രസയുണ്ട്, അതുപോലെ തന്നെ മറ്റു സിസ്റ്റങ്ങളുണ്ട്, ദഅവത്തുണ്ട്. ഇവിടെ സ്വാഭാവികമായി പ്രവർത്തിക്കുമ്പോൾ ഈ രാജ്യത്തിന് നിയമമുണ്ട്. അതെന്താണ്? രജിസ്ട്രേഷൻ ആക്ട് എന്നാണ് പറയുക. രജിസ്റ്റർ ചെയ്യണം. ഒരു സംഘടനയുടെ നേതാവ് ആരാണ്? മിനിറ്റ്സ് ബുക്ക് ഉണ്ടാകണം, അതിന് അവൻ്റെ അക്കൗണ്ടിങ് ഉണ്ടാകണം, മനസ്സിലായില്ലേ? ഒരു മീറ്റിംഗ് കൂടി കഴിഞ്ഞാൽ അവിടേക്ക് വന്ന് പോലീസുകാർ എന്താ ഇവിടെ പരിപാടി എന്ന് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കും, ഇതാ പരിപാടി, അങ്ങോട്ട് തീരുമാനിച്ച പരിപാടിയാണ്, മിനിറ്റ്സ് ബുക്ക് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ സിസ്റ്റം ഉണ്ടാകണം. ഇത് രാജ്യത്തിൻ്റെ നിയമമാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പോൾ ഈ സംഘടന വേണ്ട എന്ന് പറയുന്ന ആളുകളും യഥാർത്ഥത്തിൽ ബാക്കിയുള്ള പണിയൊക്കെ നടത്തുന്നുണ്ട്. ഈ രജിസ്ട്രേഷനും ഈ ആക്റ്റും ഒക്കെ അവർ നടത്തുന്നുണ്ട്. പക്ഷെ അത് പരസ്യമായിട്ട് പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പരസ്യമായിട്ട് പറയുന്നുണ്ട്, ഇതങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എൻ്റെ സെക്രട്ടറി, പ്രസിഡന്റ്, ഇതിൻ്റെ ആൾക്കാർ, ഇന്ന ആൾക്കാരെന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ ഇന്ത്യ രാജ്യത്ത്? തടസ്സമില്ല എന്ന് മാത്രമല്ല, അങ്ങനെയാണ് ലോകത്ത് എല്ലായിടത്തും സലഫികൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈജിപ്തിൽ പോയി നോക്കിയാൽ അവിടെ ആരുണ്ട്? അൻസാർ സുന്ന. സുഡാനിൽ അൻസാർ സുന്ന, ഇന്ത്യയിൽ അഹ്ലെ ഹദീസ്. ഇതൊക്കെ ഈ കിമാറുൽ ഉലമാഇന്റെ അല്ലെങ്കിൽ ലോകത്തെ സലഫി പണ്ഡിതന്മാരുടെ ആശീർവാദത്തോടെയും അംഗീകാരത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫത്താവയിൽ പറഞ്ഞത്, നിങ്ങൾ ഇന്ത്യയിലെത്തിയാൽ നിങ്ങൾ ബഹ്സ് ചെയ്യണം. ബഹ്സ് ചെയ്യുന്ന വെച്ചാൽ സെർച്ച് ചെയ്യണം. ബഹ്സ് ചെയ്യുന്ന പറയാം. ബഹ്സ് ചെയ്യണം. എന്ത് ബഹ്സ് ചെയ്യണം? അവിടെ അഹ്ലെ ഹദീസ് എവിടെയുള്ളതെന്ന് ബഹ്സ് ചെയ്യണം. അവിടെ അഹ്ലെ ഹദീസ് എന്ന സംഘടനയെ ബഹ്സ് ചെയ്യണം. എന്നിട്ട് കുൻ മഅഹും, നിയന്ത്രിക്കണം, അവരുടെ കൂടെ നിൽക്കണം. അല്ലാതെ ഞാൻ ഒറ്റക്ക് എന്ന് പറഞ്ഞ് പോകരുത്. മനസ്സിലാക്കണം. കേരളത്തിലൊരാൾ വന്നു കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ട് അവർ ചെയ്യേണ്ടത് കേരളത്തിലെ ഈ അഹ്ലെ ഹദീസിന്റെ ഭാഗമാണെന്ത്? കേരള നദൂത്തുൽ മുജാഹിദീൻ. ബഹ്സ് ചെയ്യണം. കുൻ മഅഹും, അവരുടെ കൂടെ നിൽക്കണം. ശൈഖ് റബീഅ് പറഞ്ഞ ലോകത്ത് എല്ലായിടത്തും, ലോകത്ത് എവിടൊക്കെ സലഫികളുണ്ടോ അവർക്കൊക്കെ എന്തുണ്ട്? ജംഇയ്യയുണ്ട്. എന്തുണ്ട്? ജംഇയ്യ എന്ന് പറഞ്ഞാൽ സംഘടനയുണ്ട്, മദ്രസകളുണ്ട്, മർക്കസുകളുണ്ട്. ലോകത്തെല്ലായിടത്തും ഫി അൻഹാഇൽ ആലം, ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെയൊക്കെ സലഫികൾക്ക് സംഘടനകളുണ്ട്. അത് തന്നെയാണ് എൻ്റെ തെളിവ്. മനസ്സിലാക്കണം. അപ്പോൾ അതിന് ഒരു വിരോധവും ഈ കിബാറുൽ ഉലമാ പറഞ്ഞിട്ടില്ലെന്ന് മാത്രം നേരെ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഏത്? സംഘടിക്കണം, സംഘടിച്ച് നിന്നിട്ട് നിങ്ങൾ ചെയ്യണം, യോജിച്ച് നിങ്ങൾ ചെയ്യണം. അതിന് എത്രയോ തെളിവുകൾ. മഹാനായ ശൈഖ് അൽബാനി അതിന് നൽകിയ മറുപടി കൂനൂ മഅസ് സ്വാദിഖീൻ എന്ന ആയത്താണ് ഓതിയത്. എന്തിന്? സംഘടിച്ച് നിൽക്കുക എന്നുള്ളതിന്. കൂനു മഅസ് സ്വാദിഖീൻ. അപ്പോൾ
സിദുക്കിൽ ഏറ്റവും വലിയ സിദുക്ക് ഏതാ? ഖുർആനും സുന്നത്തുമാണ്. സിദുക്ക് ഏതാ? തൗഹീദും സുന്നത്തുമാണ്. എങ്കിൽ ആ സിദുക്കിൻ്റെ കൂടെ ആ പാർട്ടിക്കാരത് പറയുന്നവരുടെ കൂടെ നീ നിൽക്കുക, അല്ലാതെ ഒറ്റക്ക് പോയിട്ട് സിദുക്ക് പറയാനല്ല. അങ്ങനെയാണെങ്കിൽ അല്ലേ, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളയാ പറഞ്ഞത് എങ്ങോട്ട് പോകാൻ? എങ്ങോട്ട് പോകാൻ? ഫിറൗന്റെ അടുക്കലേക്ക്. മൂസാ നബി അള്ളാഹ് പറഞ്ഞില്ല വേഗം വണ്ടി എടുത്ത് പോവുകയാണ് ചെയ്തത്? അല്ല, അള്ളാഹിനോട് ചോദിച്ചു, പടച്ചോനെ ഒരാളെ കൂടി എനിക്ക് വേണം. ഇഷ്തുബിഹി അസ്രി വഅശ്രികുഹു ഫീ അംരി, എൻ്റെ കാര്യത്തിൽ എനിക്ക് കൂടി ഒരു ഹെൽപ്പായിട്ട് ആരെ വേണം? സഹോദരൻ വേണം. അപ്പോൾ സഹോദരനും ഉണ്ടായാൽ എന്താണ്? ശക്തിയാണ്. അള്ളാഹ് ഒരു നാട്ടിലേക്ക് 2 പ്രവാചകന്മാരെ പറഞ്ഞു വിട്ടു. ഫക്കദ്ദബൂഹുമ, ആ 2 നബിമാരെയും അവർ കളവാക്കിയപ്പോൾ ഫഅസ്സസ്നാ ബിസാലിസിൻ, മൂന്നാമത്തെ ഒരാൾ. അതിന് 3 ആൾ, 2 പേര് തന്നെ പോരെ? മൂന്നാമത്തെ ആൾ ഇതിന് പുതിയ എന്തെങ്കിലും പറയണ്ടോ? ഈ 2 പേര് പറഞ്ഞല്ലേ 3-ാമത്തെ ആളും പറയാൻ പോണത്. ഫഅസ്സസ്നാ ബിസാലിസിൻ, അതാ കരുത്ത് എന്ന് പറഞ്ഞാൽ. സംഘടന എന്ന് പറഞ്ഞാൽ, സംവിധാനം എന്ന് വെച്ചാൽ ചേർന്ന് നിൽക്കുക, ഒരുമിച്ച് നിൽക്കുക. അങ്ങനെ ഒരു സംഘം നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഗൂഢസംഘങ്ങളായിട്ട് അവിടെ ഇവിടെയൊക്കെ ആരാ ഇല്ല, പേരെന്താ ഇല്ല, ഏതാ മീറ്റിംഗ് അതൊന്നും അറിയില്ല, അങ്ങനെ പറഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിനെതിരാണ്. അപ്പോൾ ഇവിടെ ഒരു തള്ളീമുണ്ട്, ഇവിടുത്തെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനനുസരിച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ ഈ സംവിധാനം അനുസരിച്ച് പ്രവർത്തിക്കുന്നത്. അത് ലോക ഉലമാക്കൾ അംഗീകരിച്ചതാണ്. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ലിസ്റ്റ് തന്നെ വേണമെങ്കിൽ, അതിൻ്റെ ഓരോ ഉലമാ അംഗീകരിച്ച ലിസ്റ്റ് തന്നെ വേണമെങ്കിൽ നമുക്ക് പ്രസിദ്ധീകരിക്കാവുന്നതാണ്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അത് ലിസ്റ്റ് തന്നെ നമ്മുടെ കയ്യിൽ റെഡിയായതുണ്ട്. ഇനി റെഡിയാക്കേണ്ടതില്ല, റെഡിയായി തന്നെ ഉണ്ട്. ലോക ഉലമാക്കൾ ഇത്തരം സംവിധാനങ്ങളെയും സംഘടനകളെയും അംഗീകരിച്ചതും അത് പറ്റും എന്ന് പറഞ്ഞതും ലോക സലഫി പണ്ഡിതന്മാർ തന്നെ പറഞ്ഞത് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ കുവൈത്തിലെ ജഹ്റ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് ആളുകൾ സംഘടിച്ചു, ഇങ്ങനെ ഖുർആനും ദറസൊക്കെ ആയിട്ട് സംഘടിച്ചു. അങ്ങനെയാണ് അവരിൽ നിന്നാണ് യഥാർത്ഥത്തിൽ സംഘടന വേണ്ട, സംഘടന തിന്മയാണ് എന്നൊക്കെ ഉള്ള ഒരു നിലപാടിലേക്ക് വന്നത്. പക്ഷെ അത് അതിലും വലിയ അപകടത്തിലേക്ക് അവർ പോവുകയും ഈ രാജ്യത്തെ അന്വേഷണ വിഭാഗങ്ങളുടെ കണ്ണിൽ അവർ ചെന്നുപെടുകയും ആ സിസ്റ്റം തന്നെ തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു. മനസ്സിലാക്കണം, അത് സിസ്റ്റം തന്നെ തകർന്ന്. ഇപ്പോൾ ഞാൻ ഒരാൾ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു വിസ്റ്റം പ്രവർത്തകനെന്ന് മാത്രമല്ല വിസ്റ്റത്തിൻ്റെ ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നു. അപ്പോൾ അയാൾ ഒരു അറബിയെ കൊണ്ടുവന്ന് ഒരു നാട്ടിൽ പള്ളി പണിയിച്ചാണ്. അയാളാണ് എൻ്റെ അടിത്തറയിട്ട ആൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അതാണെങ്കിൽ മൗലവി ഇത് KNMൻ്റെ കയ്യിലിരിക്കുന്നതാണ് എനിക്ക് സന്തോഷം. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് എന്താണ്, രജിസ്റ്റർ ചെയ്ത് അംഗീകരിച്ച് അതിൻ്റെ സുതാര്യതയോടെ നടക്കുന്ന ഒരു സംവിധാനമാണ്. അതിന് പാരമ്പര്യമുണ്ട്, അതിനൊരു ഔദ്യോഗികതയുണ്ട്. അതുകൊണ്ട് ഈ പള്ളിക്കൊരു കേടും സംഭവിക്കാതിരിക്കാൻ, അതിനൊരു പ്രയാസം ഉണ്ടാകാതിരിക്കാൻ നല്ലതെന്താ, ഇങ്ങനെ നടക്കുന്നതാണ്. അതാണ് നമ്മുടെ സുതാര്യത. വെളിച്ചവും തെളിച്ചവും ഉണ്ട്. നമുക്ക് ദുന്യവിയായ തെളിവുകൾ, നമുക്ക് ആവശ്യമായ രേഖകൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കതിൻ്റെ നിയമങ്ങൾ അഥവാ ദീനിയായ നിയമങ്ങൾ തെറ്റിക്കാതെ മുന്നോട്ട് പോകണം എന്ന രൂപത്തിലുള്ള കർക്കശ നിലപാടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമുക്കിങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അത് 2 നിലക്കും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ബുദ്ധിപരമായ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ബാക്കിയുള്ള ആളുകൾ ഇപ്പോൾ അഭിപ്രായം എല്ലാവർക്കും പറയാം, ഓൻ അഭിപ്രായം പറഞ്ഞാൽ വീട്ടിൽ പോകും. അപ്പോൾ അത് അഭിപ്രായം പല ആളുകളും പലവിധ അഭിപ്രായങ്ങളും പറയും. അവൻ്റെ അഭിപ്രായമായിട്ട് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. ഇനി അവന് പറ്റില്ലേ, ഒറ്റക്കാണോ, അവൻ ഒറ്റക്ക് പോയി പ്രവർത്തിച്ചോട്ടെ. അങ്ങനെ ഒരുപാട് കക്ഷികളുണ്ട്. അങ്ങനെ ഒരു നമ്മൾക്ക് അവരെ വിധേയികൾ എന്ന് പറയാൻ പറ്റും. അതൊന്നും നമ്മൾ പറയണ്ട. നമുക്ക് കൃത്യമായ ദലീല് കിട്ടാതെ വൈദിയാക്കൾ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു അഭിപ്രായം അവരുടെ കമൻ്റ് അങ്ങോട്ട് പാസ്സാക്കും അവരെ പറ്റി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ മുന്നിൽ വ്യക്തമായ തെളിവ് രേഖ കിട്ടിയ ഒരു സംഘത്തെക്കുറിച്ച് അവർ അഹ്ലുസുന്നയുടെ എതിരാണെന്നുള്ള വ്യക്തമായ തെളിവ് കിട്ടിയാൽ നമ്മൾക്ക് ശരി, അവർക്കെതിരെ സംസാരിക്കാം. മനസ്സിലായില്ലേ? ആ നിലപാട് നമ്മൾ സ്വീകരിക്കണം. അതല്ലാതെ ഏതെങ്കിലും ഒരാൾ ഒരു കിതാബ് വായിച്ചെന്നുള്ളത് കൊണ്ടോ എവിടെയെങ്കിലും കൂടി നമുക്കറിയില്ല. അതൊക്കെ ഗവൺമെൻറ് നോക്കേണ്ട കാര്യമാണ്. പോലീസും മറ്റുള്ള സംഗതികളൊക്കെയാണ് അതിനെപ്പറ്റി അന്വേഷിച്ച് അവരാരാണ്, മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ അവർ പുറകിലുണ്ടോ. ഏതായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കൂട്ടം തെറ്റിയാൽ അവരെയാണ് ആര് പിടിക്കുക? ചെന്നായി പിടിക്കുക. കാരണം ഇവൻ എങ്ങോട്ടാണ് പോകണം നമുക്കറിയില്ല. അവൻ വന്നതിൻ്റെ നെയ്യത്ത് എന്താണെന്ന് നമുക്കറിഞ്ഞൂടാ. നമുക്കൊരു ബൈലയുണ്ട്, നമുക്കൊരു നിലപാടുണ്ട്, വ്യവസ്ഥയുണ്ട്. അതിന് സെക്രട്ടറി പ്രസിഡൻ്റൊക്കെ ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. ആ ബൈലയും നിലപാടുമൊക്കെ ഏതെങ്കിലും ഒരു കുരുത്തംകെട്ട സെക്രട്ടറി വന്നു തന്നെ വിചാരിക്കുക. അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ ഇങ്ങനെയൊക്കെ സിസ്റ്റത്തിൽ. പക്ഷെ നമുക്ക് തെറ്റേണ്ട കാര്യമില്ല. നമ്മൾക്ക് സെക്രട്ടറിയെ മാറ്റിയാൽ മതി. മറ്റേത് സെക്രട്ടറി തന്നെയാണെന്ത്, മറ്റേതിൻ്റെ സെക്രട്ടറി തന്നെയാണെന്ത്, മൊത്തം ആദർശം ഇയാളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് മാറി അതങ്ങോട്ട് മാറും, മൊത്തത്തിൽ മാറും. അങ്ങനെയാണ് പലയിടത്തും സംഭവിച്ചത്. ആൾ മാറിയപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് പൊളിഞ്ഞു പോയി. നമ്മളിപ്പോൾ ആളെ വേണമെങ്കിൽ എടുത്ത് ദൂരെ എറിയും, പോടാന്ന് പറയും. മനസ്സിലാക്കണം. നേരെ മറിച്ച് നമ്മുടെ സിസ്റ്റം, ആ സിസ്റ്റം എന്ന് വെച്ചാൽ ബൈലയുണ്ട്, അതിന് നിയമമുണ്ട്, നിലപാടുണ്ട്, അതിന് കൃത്യമായ ഒരു വഴിയുണ്ട്, ഒരു മൻഹജുണ്ട്, ഒരു മാർഗ്ഗമുണ്ട്. അതിനെതിരെ ഒരാൾ സംസാരിച്ചാൽ ഇപ്പോൾ അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ്
സുറൂരിയായി കടന്നു വന്നു. എന്താ സലഫി ലോകം എടുത്ത് പുറത്തെറിഞ്ഞു. അതുകൊണ്ട് സലഫിക്ക് വല്ല കുഴപ്പമുണ്ടോ? അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് സുറൂരിയായി കടന്നു വന്നു. അൽമനാറിലടക്കം അയാളുടെ ലേഖനം എഴുതിയിട്ടുണ്ട്. പക്ഷെ അയാളുടെ നിലപാട് മോശം തന്നപ്പോൾ എടുത്ത് ദൂരേക്കെറിഞ്ഞു. അതുകൊണ്ട് സലഫി സിസ്റ്റത്തിൽ വല്ല കുഴപ്പമുണ്ടോ? സലഫികൾ സലഫിയായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ ഇത് വളരെ സുചിന്തിതമായ നിലപാടാണ്. ഇതാണ് ഏറ്റവും ഹൈറായ രൂപത്തിലുള്ള മുന്നേറ്റം എന്നുള്ളത് നമുക്ക് അനുഭവമുണ്ട്. അതുപോലെ തന്നെ അത് നഖലിയായി തന്നെ പണ്ഡിതന്മാർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. സിഹർ, കണ്ണേറ് തുടങ്ങിയവയിൽ ഉപദ്രവം ഉണ്ടാകാം എന്ന വിശ്വാസം ശിർക്കല്ലേ? കാരണം അദൃശ്യമായ രൂപത്തിൽ ഉപദ്രവവും ഉപകാരവും ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന അഹ്ലുസുന്നയുടെ വിശ്വാസത്തിനെതിരല്ലേ ഇത്? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ശിർക്കും തൗഹീദും പഠിപ്പിക്കാനാണ് ആര് വന്നത്? നബി വന്നത്. അപ്പോൾ റസൂല് പഠിപ്പിക്കും, ഖുർആൻ പഠിപ്പിക്കും. ആ ഖുർആനും സുന്നത്തും അനുസരിച്ച് കൊണ്ടാണ് നമ്മൾ തൗഹീദും ശിർക്കും ഒക്കെ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കണ്ണീറിൽ സത്യമുണ്ട് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുകയാണ്. അത് ഹക്കാണെന്ന് റസൂല് പറഞ്ഞാൽ അത് അംഗീകരിക്കുകയാണ്. അതെന്താണെന്ന് റസൂല് വിശദീകരിച്ചു. മാത്രമല്ല ഇപ്പം സിഹിർ ഉണ്ടോ ഇല്ലേ തർക്കിക്കണ്ട. എന്തിനാ തർക്കിക്കുന്നത്? ഖുർആനിൽ അള്ളാഹു നേർക്ക് നേരെ ഒരു ആയത്ത് തന്നെ പറഞ്ഞു സിഹിറിനെ സംബന്ധിച്ച്. ഇനി അതും മനസ്സിലായില്ലെങ്കിൽ എല്ലാ ദിവസവും രാത്രിയിൽ പാരായണം ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സൂറത്തുൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. അടുത്ത വാചകം വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്. എന്താണ് അർത്ഥം? കെട്ടുകളിൽ മന്ത്രിച്ച് ഊതുന്നവരുടെ ഷർറോ കെട്ടിൽ മന്ത്രിച്ച് ഊതിയ ഷർറുണ്ടാവോ? എന്താ പറയണ? ആ ഷർറ് തന്നെയാണ്, കെടുതി തന്നെയാണ്. അവിടെ എല്ലാം വന്നില്ലേ? ഇതിന്റെ ഒന്നാം തഫ്സീർ എന്താണ്? നഫാസാത്ത് ഫിൽ ഉഖദ്. അതിന്റെ ഒന്നാം തഫ്സീർ എന്താ? അസ്സവാഹിറു. എന്താണ് സവാഹിറു എന്ന് വെച്ചാൽ? സാഹിറിന്റെ ബഹുവചന രൂപമാണ് എന്ത്? സവാഹിർ. സിഹിർ ചെയ്യുന്ന ആക്കാൻ എന്താ പറയുന്നത്? സാഹിർ. അപ്പൊ സാഹിർ മന്ത്രിച്ചൂതുമ്പോൾ എന്തുണ്ട്? ഷർറുണ്ടെന്ന് ഖുർആൻ പറഞ്ഞ ഷർറില്ല എന്ന് ഞാനാ പറയണത്, ആണോ? അപ്പോൾ വളരെ കൃത്യമായി ഖുർആൻ പറഞ്ഞൊരു സംഗതി അതിനെതിരെ ഒരാൾ സംസാരിച്ച് അത് ശിർക്കാന്ന് പറയുന്നത് പിന്നെ ഖുർആൻ എന്താ ചെയ്യുക? അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വാദഗതികൾ, മുഅ്തസിലികളാണ് ആ വാദവുമായിട്ട് ആദ്യം കടന്നു വന്നത്. മുഅ്തസിലികൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ല, അഖലിനാണ് അവർക്ക് നഖലിനേക്കാളും പ്രാധാന്യം. അഖൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി. അപ്പം നമുക്ക് ബുദ്ധി പരിഗണിക്കൂലേ? അത് ഒരുപാട് ബുദ്ധി പരിഗണിക്കുന്ന രംഗങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് നിരവധി ആശയങ്ങൾ ഇസ്ലാമിക ലോകം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇസ്ലാമിലെ അടിസ്ഥാന പ്രമാണങ്ങൾക്കെതിരെ ഒരു ബുദ്ധിയില്ല എന്നാണ്. ഒരു മനുഷ്യൻ്റെ സ്വരീഹായ ബുദ്ധി ഒരിക്കലും പ്രമാണങ്ങൾക്കെതിരാവില്ല എന്നാണ്. അതുകൊണ്ടാണ് ചില ആളുകൾ ബുദ്ധിക്ക് എതിരായ തെളിവുണ്ട്, ഹദീസുണ്ട്, ആയത്തുണ്ടെന്ന് പറഞ്ഞു വന്നപ്പോൾ മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ 5 വാള്യമുള്ളൊരു കിതാബ് അങ്ങോട്ട് എഴുതി കൊടുത്തു. 5 വാള്യമുള്ള കിതാബ്. ഒരിക്കലും ബുദ്ധിക്കെതിരാകില്ല നഖല്. അടിസ്ഥാനപരമായി ഖുർആനാണോ നബിയിൽ സ്വഹീഹായി വന്ന ഹദീസാണോ അത് ബുദ്ധിക്കെതിരാകില്ല. അത് സമർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ഒരു 5 വാള്യമുള്ള കിതാബുകൾ തന്നെ എഴുതി ലോകത്തിന് സമർപ്പിച്ചു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. അപ്പോൾ ബുദ്ധി പരിഗണിക്കുന്ന ആളുകളാണ്. പക്ഷേ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ ബുദ്ധിക്കനുസരിച്ച് ദീൻ സ്വീകരിക്കണമെങ്കിൽ ഇപ്പോൾ ഹുഫയിൽ തടവണം. ഹുഫ എന്ന് വെച്ചാൽ ബൂട്ടിട്ട് വരുന്ന ഒരാൾ വുദു എടുത്തിട്ടാണ് അയാൾ അത് ഇട്ടതെങ്കിൽ, യാത്രക്കാരനാണെങ്കിൽ 3 രാവും 3 പകലും എന്തെടുക്കണ്ട? ബൂട്ടഴിക്കണ്ട. നേരെ മറിച്ച് അങ്ങനെ നാട്ടിലുള്ള ആളാണെങ്കിൽ 1 രാവും 1 പകലും ഒരു ദിവസം എന്തെടുക്കണ്ട? വുദു എടുത്തിട്ടാണ് അയാളെ ബൂട്ടിട്ടത്. ബൂട്ടെന്ന് വെച്ചാൽ അഴിക്കാനൊക്കെ പ്രയാസമുള്ള സംഗതിയാണ്. അപ്പോൾ അയാൾ വുദു എടുക്കുമ്പോൾ തടവണം. എന്ത് തടവണം? ഈ ബൂട്ടുമേ തടവണം. ഈ തടവുന്നത് ബുദ്ധിപരമായി ചിന്തിച്ചാൽ എവിടെ തടവുണ്ട്? ബൂട്ട് തടവുമ്പോൾ നമ്മളെന്താ ചിന്തിക്കുക? എൻ്റെ അടിയിലല്ലേ? അപ്പോൾ തടവുമ്പോൾ ബുദ്ധിപരമാണ്. നമ്മുടെ ബുദ്ധി കൊണ്ടാണ് നീമ്പി സ്വീകരിക്കണമെങ്കിൽ എവിടെ തടവുണ്ട്? അതിന് താഴെയാണ് തടവണം. നബി എവിടെയാണ് തടവിയത്? മുകളിലാണ്. ലൗകാന അദ്ദീനു ബിർറഈ. ഒരാൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് ദീൻ ഉണ്ടാക്കേണ്ടതെങ്കിൽ ഇങ്ങനെ അടിയിലാ തടവുണ്ട്. പക്ഷെ നബി തടവിയത് എവിടെയാ? മുകളിലാണ്. ഇത് വളരെ വലിയ തത്വം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ദീൻ പഠിപ്പിക്കാൻ വന്ന ആളാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ചിലപ്പോൾ ശാസ്ത്രീയമായി മനസ്സിലാകുന്നുണ്ടാവും, ചിലത് കുറേ കൊല്ലം കഴിഞ്ഞ് ശാസ്ത്രീയമായി മനസ്സിലാകുന്നുണ്ടാവും. ഇപ്പോൾ പന്നിയെ തിന്നാൻ പാടില്ല എന്ന് നബി പറഞ്ഞു. നിങ്ങൾക്ക് ലഹ്മുൽ ഖിൻസീർ ഹറാമാണ്. പിന്നെ കുറേ കൊല്ലം കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് പ്രശ്നം, അതിൻ്റെ മാംസമൊക്കെ എടുത്ത് പരിശോധിച്ച് ഇന്ന പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ട് എന്ന് പിന്നെ കണ്ടുപിടിക്കലാണ്. ഒരു നായ വന്ന് പാത്രത്തിൽ തലയിട്ടാൽ 7 വട്ടം കഴുകിയാലല്ലാതെ, നായ തൊട്ടാലല്ല, പിന്നെ ഒരു പാത്രത്തിൽ വന്നിട്ട് അതിങ്ങനെ തലയിട്ട് കഴിഞ്ഞാൽ 7 വട്ടം കഴുകണം. അതിലൊരു വട്ടം എന്ത് വേണം?
മണ്ണ് കലക്കി വെള്ളം കൊണ്ട് കഴുകണമെന്ന് പറഞ്ഞു. അത് അന്ന് പറയുമ്പോൾ ആർക്കും മനസ്സിലായി എന്താണെന്ന് ചോദിക്കുന്നുണ്ടാവും. പിന്നീട് കുറേ കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ സ്രവമൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യം അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലായില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ തട്ടുക, അതിനെ മാറ്റുക, നമ്മളൊരു നിയമം ഉണ്ടാക്കുക, അങ്ങനൊന്നുമില്ല. നേരെ മറിച്ച് ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാതെ അള്ളാഹ് പറഞ്ഞു, റസൂല് പഠിപ്പിച്ചു, സ്വഹാബത്ത് അത് സ്വീകരിച്ചു, അതാ ദീൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ ആ ഒരു നിലപാടിൽ നിന്നിട്ടാണ് ഏതും തൗഹീദാണെങ്കിലും ശിർക്കാണെങ്കിലും കണ്ണേറാണെങ്കിലും സിഹറാണെങ്കിലും ഏത് വിഷയവും നമ്മൾ പഠിക്കണമെന്നും മനസ്സിലാക്കേണ്ടതും ഈ ഒരു നിലപാടിൽ നിന്നിട്ടാണ്. ഖുർആൻ സുന്നത്ത് ഫഹ്മുസ് സ്വഹാബ, അഥവാ ഈ ഖുർആനും സുന്നത്തും സഹാബത്ത് എങ്ങനെയാണോ മനസ്സിലാക്കി ആചരിച്ചു വന്നത് ആ രൂപത്തിലാണ് നമ്മളും സ്വീകരിക്കേണ്ടത്. അങ്ങനെ സ്വീകരിച്ചാൽ ഇതൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രതിബന്ധമോ പ്രയാസമോ ഉണ്ടാക്കുന്നില്ല. നേരെ മറിച്ച് കൃത്യമായ ആശയതലങ്ങളെ നമുക്ക് സ്വസ്ഥതയോടെ സമാധാനത്തോടെ സ്വീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നിനോടും മലക്കിനോടും സഹായം തേടിയാൽ അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ തേട്ടമാണ്, അഥവാ പ്രാർത്ഥനയാണെന്ന് അഹ്ലുസുന്നയുടെ നിലപാടാണ്. ആരുടെ കാര്യകാരണ ബന്ധമാണെന്ന് നോക്കണം. കാര്യവും കാരണവും എന്ന് വെച്ചാൽ അതിന് പല ജാതി കാര്യവും കാരണമുണ്ട്. ഇത് ആരുടെ കാര്യകാരണമാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം. മനുഷ്യൻ്റെ കാര്യകാരണ ബന്ധമല്ലത്. കാര്യകാരണ ബന്ധം പലതുണ്ട്. അതിൽ മനുഷ്യൻ്റെ കാര്യകാരണ ബന്ധമുണ്ട്, മനുഷ്യന് അപ്പുറമുള്ള സംഗതികൾക്കുള്ള കാര്യകാരണ ബന്ധമുണ്ട്. കാര്യകാരണബന്ധം വ്യക്തമായതുണ്ട്, കാര്യകാരണബന്ധം അവ്യക്തമായതുണ്ട്. മനസ്സിലായോ? മനുഷ്യർക്കിടയിലുള്ള തന്നെ കാര്യകാരണബന്ധം വ്യക്തമായതുണ്ട്, അവ്യക്തമായതുണ്ട്. ഇപ്പോൾ സിഹിർ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അത് കാര്യകാരണബന്ധത്തിന് അപ്പുറമല്ല, പിന്നെന്താണ്? കാര്യകാരണബന്ധം അവ്യക്തമാണ്, അതാണ് സിഹിർ എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? കാര്യകാരണബന്ധമുണ്ട്, അവ്യക്തമാണ്. ഇത് മനുഷ്യർക്കിടയിലുള്ള കാര്യകാരണബന്ധത്തെ സംബന്ധിച്ചുള്ള സംഗതി തന്നെയാണ് ഈ സൂചിപ്പിച്ചത്. എന്നാൽ ജിന്നുകളുമായി മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യകാരണ ബന്ധം എന്തെടുത്തിട്ടില്ല. ഈ മനുഷ്യന് സഹായം തേടിയിട്ട് അതിനെ സഹായിക്കാൻ കഴിയുന്ന രൂപത്തിൽ കാര്യകാരണ ബന്ധം അല്ലാഹു ഏർപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ടാണ് സൂറത്തുൽ ജിന്നിൽ അന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദുഹും റഹഖാ എന്ന് ഖുർആൻ പറഞ്ഞത്. വളരെ കൃത്യമായ ആയത്താണ് അത്. കാരണം വെച്ചാൽ ഈ മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അവർ വിജനമായ പ്രദേശത്തുകൂടി പോകുമ്പോൾ അവിടെയുള്ള ജിന്നുകളോട് സഹായം തേടുമായിരുന്നു. പലജാതി സഹായം തേടും. അത് ഈ ജിന്നുകൾക്ക് കഴിയുന്ന കാര്യം. ജിന്നുകൾക്ക് കഴിയുന്ന വെച്ചാൽ അവിടെയുള്ള നേതാവ് എന്നെ വിളിച്ച് പറയണം, ഇവിടെയുള്ള ജിന്നുകളുടെ നേതാവേ, നിങ്ങളുടെ കുട്ടി ജിന്നുകളൊന്നും എന്നെ ഉപദ്രവിക്കാതെ നിങ്ങൾ നോക്കിക്കൊള്ളണേ. ഏതുപോലെ ഒരു ശത്രുരാജ്യത്തോടെ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ ആ നാട്ടിലെ നേതാവ്, ഒരു ഗോത്രത്തലവൻ, അവിടെ കുറേ അക്രമികളുണ്ട് എങ്കിൽ ആ ഗോത്രത്തലവനെ കണ്ട് നിങ്ങളുടെ കൂടെയുള്ള ആളുകളൊന്നും എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ ഇതിലെ പോകുന്നുണ്ട് എന്ന് പറയുന്ന അതേ നിലയിൽ വിജനമായ മണ്ണിലൂടെ പോകുമ്പോൾ, പ്രദേശത്തു കൂടി പോകുമ്പോൾ മുശ്രിക്കുകളായ ആളുകൾ അവർ ഈ പറയുന്ന ജിന്നുകളോട് അഭയം തേടുമായിരുന്നു. ഫസാദുഹും റഹഖ, അത് മരിച്ച ജിന്നല്ല, ജീവിച്ചിരുന്ന ജിന്നുകളോട്. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ അവർക്ക് ഗർവ് വർദ്ധിക്കുമായിരുന്നു ഖുർആൻ പറയാണ്. ഇത് ശിർക്കാണെന്ന ഖുർആൻ പഠിപ്പിച്ചത്. ഈ ജിന്നെ വിളിച്ച ആൾക്കാരാരാൻ പറയും, നബിയെ കാണാൻ വന്ന ആൾക്കാർ വരുന്ന വഴിക്ക്, ഇബ്നു കസീറൊക്കെ നോക്കിയാൽ കാണാം, നബിയെ കാണാൻ വന്ന ആൾക്കാർ വരുന്ന വഴിക്ക് മരുഭൂമിയിലൂടെ വരുമ്പോൾ വിളിച്ചിട്ടുണ്ട്. അപ്പോഴായത്തിറക്കി കൊടുക്കുന്നത് ചെയ്യാൻ പാടില്ല. അത് പണ്ഡിതന്മാർ ജിന്നുകളോട് ആ തരത്തിൽ നടത്തുന്ന സഹായതേട്ടം ശിർക്കാണ് എന്ന് രേഖപ്പെടുത്തി വെച്ചു. മനസ്സിലാക്കണം. അത് ശിർക്കല്ല എന്ന് പറയണമെങ്കിൽ അങ്ങനെ ഖുർആൻ്റെ ആയത്തുണ്ടോ ഹദീസുണ്ടോ? ആയത്തുണ്ടോ ഹദീസുണ്ട്, നമ്മൾ സ്വീകരിക്കും. ഒരായത്തുണ്ട്, ഒരു അര ആയത്ത് മതി. ഒരായത്ത് ഫുള്ളും വേണ്ട, ഒരര ആയത്ത് മതി. നമ്മുടെയൊക്കെ ധൈര്യം അതാണ്. നമ്മുടെയൊക്കെ ധൈര്യം, നമ്മളൊക്കെ പിന്നെ നമുക്കുള്ള ധൈര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ധൈര്യത്തെ എഴുന്നേറ്റിട്ട് നമ്മുടെ ശത്രുക്കളെ, എതിരാളികളെ, ആദർശത്തിൻ്റെ ആളുകളെ പ്രമാണം കൊണ്ട് നമുക്ക് വെല്ലുവിളിക്കാം ധൈര്യത്തെ. നിങ്ങൾ നോക്കൂ, ഈ വാദം ഉന്നയിക്കുന്ന വിസ്റ്റ വിഭാഗമാണെങ്കിൽ അവരോട് നിങ്ങൾ വെല്ലുവിളിക്കൂ, ധൈര്യസമേതം വെല്ലുവിളിക്കൂ. എങ്ങനെ? ജിന്നുകളോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന വാദത്തിന് ഒരായത്തല്ല അര ആയത്ത് തന്നാൽ മതി. ഒരു ഹദീസ് വേണ്ട, അര ഹദീസ് തന്നാൽ മതി. ശരിയോ? അങ്ങനെ ഒരു അര ആയത്ത് തന്നപ്പോൾ നമ്മളിവിടെ ഉണ്ടോ? ഒരര ഹദീസ് നമ്മളിങ്ങനെ ഉണ്ട്. നമ്മൾ പരസ്യമായി വെല്ലുവിളിക്കുന്നുണ്ട്, പരസ്യമായി. ഇപ്പം നമ്മൾ മുദബ്ബുൽ വെല്ലുവിളിച്ചില്ലേ? ഏതെങ്കിലും എപ്പിസോഡ് ഉണ്ടോ? കാതറസിറ്റി ഉണ്ടോ? ഇവിടെ പണ്ട് വെല്ലുവിളിച്ച പറന്നു വരുന്ന ആൾക്കാരല്ലേ? മുജാഹിദ് വെല്ലുവിളിച്ചോ? മറുപടി പറയാൻ എത്ര ധൃതിയാ, എന്തേ വരാത്തത്? ഇപ്പോൾ അവർക്കറിയാതെ കുടുങ്ങും എന്നുള്ളത്. ഇതുപോലെ നിങ്ങൾ ഈ ആളുകളോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ ആയത്തുണ്ടോ ഹദീസുണ്ടോ? നമ്മൾ സ്വീകരിക്കും. സമയന വാർത്തേന. പിന്നെ നമുക്ക് ഒരു വർത്താനമില്ല നിങ്ങളോട്. നിങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ തല ഇങ്ങനെ കുനിഞ്ഞു നിന്നിട്ട് ഞങ്ങൾ സമയന വാർത്തേന, ഞങ്ങൾ കേട്ടു അനുസരിച്ചെന്ന് പറയും.
പക്ഷേ തെളിവ് വേണം, ആയത്ത് വേണം, ഹദീത്ത് വേണം. ജിന്നുകളോട് മനുഷ്യൻ നടത്തുന്ന സഹായ തേട്ടത്തിൽ ശിർക്കല്ലാത്തതുണ്ടെന്ന് ഖുർആനിൽ ആയത്ത്, കാലായത്ത് ഉണ്ടെങ്കിൽ നമ്മൾ സമയനാവാത്തവന. സ്വഹീഹായ ഹദീത്തിൽ ഒരു അംശം ഉണ്ടെങ്കിൽ സമയനാവാത്തവന. അതിനപ്പുറം ഇനിയിപ്പോൾ നമ്മളെന്താ പറയുക? ഇനി ഇത്രയും പറഞ്ഞാൽ ഒരാൾ വാശി പിടിച്ച് ഞാനില്ല, ഞാൻ കേനമില്ല എന്ന് പോയി കളി. നുവല്ലിഹി മാത്തവല്ല എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഓൻ പോണ വഴിക്ക് പോട്ടെ. പിന്നെ എവിടെ എത്തുക എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ കയ്യിൽ നമുക്ക് അറിഞ്ഞൂടാ. അള്ളാഹു എല്ലാവരും കാത്തുരക്ഷിക്കും. നമ്മുടെ സഹോദരങ്ങളാണ് അവരൊക്കെ. നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മുടെ ബന്ധുക്കളും സ്നേഹിതന്മാരും നമ്മുടെ കൂടെ ജീവിച്ചവരും നടന്നവരും കിടന്നവരും ഒക്കെയാണ്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായിരുന്നാലും അത് ശിർക്കല്ല എന്നതിന് ഒരായത്തല്ല, ആയത്തും അതിന്ന് ഒരു MSMൻ്റെ കുട്ടി എഴുന്നേറ്റ് വെല്ലുവിളിച്ചോ, ഞാൻ പറയുന്നു അവരുടെ ലജ്നത്തുൽ ബുഹൂസുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന അവരുടെ LBI എന്ന പേരിൽ അറിയപ്പെടുന്ന അവരുടെ പണ്ഡിത സംഘടന വലിയൊരാൾക്ക് പോലും അതിന് ഉത്തരം പറയാൻ പറ്റില്ല. പറഞ്ഞു മനസ്സിലായോ? നമ്മുടെ MSMൻ്റെ അതിൻ്റെ ബാലവേദിയുടെ ചെറിയ കുട്ടി എഴുന്നേറ്റിട്ട് ലജ്നത്തുൽ ബുഹൂസുൽ ഇസ്ലാമിയുടെ അവരുടെ ഏറ്റവും ഉന്നതനായ പണ്ഡിതനെ വെല്ലുവിളിച്ചാലും ഒരായത്ത് കൊണ്ട് ഒരു ഹദീസ് കൊണ്ട് അവർക്ക് മറുപടി പറയാൻ പറ്റും. അതന്നെ തോൽവി എന്ന് പറഞ്ഞാൽ. നമ്മുടെ വിജയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയുന്ന ആശയത്തിന് എത്ര ആയത്താണ് വേണ്ടത്? അത് ആയത്ത് കൃത്യമായി തഫ്സീർ അടക്കം, സ്വഹാബത്തിൻ്റെ ഫഹമടക്കം, ഇബ്നു കസീർ അടക്കമുള്ള പണ്ഡിതന്മാരുടെ തഫ്സീർ അടക്കം നമ്മൾ ഓരോന്ന് തെളിവിച്ചു കൊടുക്കാൻ തയ്യാറാണ്. എത്രത്തോളം നമ്മൾ പറഞ്ഞു എന്ന് വെച്ചാൽ അവസാനം അവർ കോഴിച്ചിനയിൽ കൊണ്ടുവന്ന ആലു ഷെയ്ഖിൻ്റെ കിതാബാണ്. എൻ്റെ പേരെന്താണ്? തംഹീദ് അല്ലേ? ആ കിതാബ് വെച്ച് 2 മണിക്കൂർ നേരം അവരുടെ കയ്യിലുള്ള ആകെയുള്ളൊരു കിതാബാണിത്. എന്ത്? അത്തംഹീദ്. ആ അത്തംഹീദ് വെച്ച് 2 മണിക്കൂർ നിങ്ങൾ സംവദിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വാദം തെറ്റാണെന്ന് ആ കിതാബ് കൊണ്ട് തെളിയിച്ചു തരാം. നമ്മളെ ഇങ്ങോട്ട് വെല്ലുവിളിച്ച് നമ്മൾ വെറുതെ അടങ്ങിയിരിക്കുമോ? മനസ്സിലാക്കിയാലേ ഇങ്ങോട്ടത് വെല്ലുവിളിച്ച് നോക്കട്ടെ. അവർ 2 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ വാദം തെളിവാൻ നിങ്ങൾ കൊണ്ടുവന്ന കിതാബ് കൊണ്ട് തെളിയിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ അതിന് മറുപടി പറയാൻ പറ്റിയിട്ടില്ല. കഴിയില്ല. കഴിയുമെങ്കിൽ അതൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഇതിനപ്പുറം നമ്മളെങ്ങനെ തെളിയിക്കാൻ പറ്റും? നമ്മുടെ ബാധ്യത ഇത് പറയലാണ്, ഇത് എത്തിക്കലാണ്, ബോധ്യപ്പെടുത്തലാണ്. അത് നമ്മൾ റെഡിയാണ്. അപ്പോൾ ഇത്തരം കസർത്തുകൾ ഇപ്പോൾ ഇന്ന് പോലും ഖുർആനിലെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ച ഒരു ഹിക്കമി സൂറത്തുൽ അൻആമിലെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചിട്ട് ഇന്നിട്ടൊരു മറുപടി, ഖാലിദീന ഫീഹ ഇല്ല മാഷാ അല്ലാ എന്ന് പറഞ്ഞാൽ ആ മാഷാ അല്ലാ ദുർവ്യാഖ്യാനിക്കുകയാണ് ഒരു ഹിക്കമി ഇരുന്നിട്ട്. ആ ഇല്ല മാഷാ അല്ലാ എന്നുള്ള ആ ഒറ്റ വാക്ക് വെച്ചിട്ട് വാദപ്രയോജനമുണ്ടോ? ഈ സൂറത്തുൽ അൻആമിലെ ഇല്ല മാഷാ അല്ലാ എന്ന് പറഞ്ഞ ആ തഫ്സീർ പ്രകാരം എന്ത് ജിന്നുകളുടെ സഹായ നേട്ടത്തിൽ ശിർക്കല്ലാത്ത വസീലത്ത് ശിർക്കുണ്ടെന്ന് ആ ആയത്തിലെ ഇല്ലാ മാഷാ അല്ലാ എന്ന ഒറ്റ വാചകം വെച്ച് വാദപ്രയോജനം ഉണ്ടോ? നിങ്ങൾ അവരോട് ചോദിച്ചു നോക്ക്. വേറെ കൂടുതലൊന്നും വേണ്ട. വലിയ വാദങ്ങൾ ഇല്ല മാഷാ അല്ലാ അതിനകത്തുണ്ടെന്നല്ലേ പറഞ്ഞു. അത് വെച്ചിട്ട് സാധ്യമല്ല. നിങ്ങൾ ധൈര്യത്തെ വെല്ലുവിളിച്ചാളി. എന്നെ കണ്ട് നിങ്ങൾ വെല്ലുവിളിച്ചോ, അല്ലെങ്കിൽ വേറെ മുജാഹിദ് പണ്ഡിനെ കണ്ട് നിങ്ങൾ വെല്ലുവിളിച്ചോ, ഏത് മുജാഹിദ് പണ്ഡിനും അതിന് റെഡിയായി വരും. നിങ്ങൾ ബേജാറാകണ്ട. അവർക്ക് ഇത് സമർത്ഥിക്കാൻ കഴിയില്ല. ഖുർആൻ ദുർവ്യാഖ്യാനിക്കലല്ലാതെ ഈ വാദം അവർക്ക് സമർത്ഥിക്കാൻ കഴിയില്ല. അത് മുജാഹിദുകൾ അന്തസ്സോടെ പറയുന്ന കാര്യമാണ്. KNMൻ്റെ ആളുകൾ അഭിമാനത്തോടെ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് തെളിവില്ലാത്ത വാദങ്ങളുടെ പിന്നാലെ നമ്മൾ പോയിട്ട് നരകത്തിലെത്തേണ്ട കാര്യം നമുക്കില്ല. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എന്ന് സൂചിപ്പിക്കുന്നു. ഇപ്പം പുതിയതായിട്ടേ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുവരുന്ന ഒരു സംഭവമാണ്, KNMന് നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു വാദം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വളരെയധികം അറിയപ്പെടുന്ന പല എഴുത്തുകാരും സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇതാണ് വാദം അവർ ആരോപിക്കുന്നത്. അതായത് മുഹിദ്ദീൻ ഷേഖ് പ്രാർത്ഥന കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവില്ല, ഷെയ്ഖിനോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ശിർക്ക് വരൂ എന്നാണ് KNM വാദിക്കുന്നത്. അതൊരു പുതിയ ഒരു അറിവാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം അതായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ചില ആളുകളുണ്ടെന്ന് വെച്ചാൽ തങ്ങൾ ഇതാവുമ്പോൾ പിന്നെ മറുഭാഗത്തിന് എന്തെങ്കിലും ഉണ്ടെന്ന് വരുത്തണമല്ലോ. അങ്ങനെ ഗവേഷണം നടത്തിക്കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അതാണ് മുഹിദ്ദീൻ ഷെയ്ഖ് പ്രാർത്ഥന കേൾക്കും എന്ന് വിശ്വസിച്ചാൽ എന്തല്ല ശിർക്കല്ല എന്ന് ആര് മുജാഹിദുകൾ അങ്ങനെ വാദിക്കുന്നത് എന്നാണ്. പച്ച നുണയാണ് ആ പറയുന്നത്. ഈ വാദിക്കുന്ന ആളുകളുടെ വിഷയങ്ങൾ വേറെ ഉണ്ട്. നബിയുടെ ഖബറിനടുക്കൽ പോയിട്ട് നബിയോട് സംസാരിച്ചാൽ നബി
കേൾക്കുന്നത് കൊണ്ട് തന്നെ അത് ശിർക്കല്ല എന്ന് വാദിച്ച അക്കൂട്ടത്തിലെ പ്രഗത്ഭരായ ആളുകളുണ്ട്. മനസ്സിലായോ? നബിയുടെ ഖബറിലേക്ക് ചെന്ന് അതുകൊണ്ട് തന്നെ ഇസ്തസ്കിരി ഉമ്മത്തിക്ക എന്ന് നബിയുടെ ഖബറിലേക്ക് ചെന്ന് പറഞ്ഞാൽ ശിർക്കാവില്ല എന്ന് വാദിച്ച ആൾക്കാരുണ്ട്. അതില്ലെന്ന് അവർ പറഞ്ഞു നോക്കട്ടെ, അപ്പോൾ നമ്മൾ തെളിവ് കൊടുക്കാം. അങ്ങനെ ഒരു വാദം ഉണ്ടായിട്ടില്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എന്നവർ പറഞ്ഞു നോക്കട്ടെ, അപ്പോൾ നമ്മൾ തെളിവ് കൊടുക്കും. മനസ്സിലാക്കണം. അപ്പോൾ ഇത് എന്താന്ന് ചോദിച്ചാൽ ഒരു പുതിയ വാദം കൊണ്ടുവന്നു. അതെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് കേൾക്കുന്ന തരത്തിൽ ഒരാളോട് സംസാരിച്ചാൽ അതെന്തല്ല, പ്രാർത്ഥനയല്ല, തലതിരിഞ്ഞാണ്. ഏതുപോലെ നമ്മുടെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ജിന്നുണ്ട്. നമ്മൾ പറയുന്ന ആര് കേൾക്കുന്നുണ്ട്? ജിന്നുണ്ട്. അപ്പൊ കേൾത്താൽ അതെന്തല്ല, പ്രാർത്ഥനയല്ല. പ്രാർത്ഥനയാണെങ്കിൽ എന്തില്ല? മനസ്സിലായോ? ലായിസ്മൗദ് വാക്കൊന്നല്ലേ, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കില്ല എന്നല്ലേ പറഞ്ഞത്? അതാണ് മരണപ്പെട്ടു പോയ കരീം മൗലവിയാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഫൈസൽ മുസ്ലിയാരെ ഇരുത്തിയിട്ട് ചോദിക്കുന്നത് അല്ലേ, പ്രാർത്ഥന നിൽക്കില്ല, കേൾക്കില്ല. അപ്പോൾ സഹായിക്കണം എന്ന് കേൾക്കും, അത് കേൾക്കും. പ്രാർത്ഥന കേൾക്കില്ല. അതൊരു പുതിയ ഒരു സിദ്ധാന്തമാണ് അവർ കൊണ്ടുവന്നത്. അഥവാ ഞാൻ എൻ്റെ പരിധിയിൽ നിന്ന് എൻ്റെ കേൾക്കുന്ന അല്ലെങ്കിൽ ഞാൻ തേടുന്നത് കേൾക്കുന്ന ഒരു തരത്തിലാണെങ്കിൽ അതെന്തല്ല, പ്രാർത്ഥനയാണെങ്കിൽ എന്തിക്കില്ല. ഇങ്ങനെയുണ്ടോ ഖുർആനിൽ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. നിങ്ങൾ കേട്ടോ? അപ്പോൾ ഇത് പ്രാർത്ഥനയാവോ? ഇത് പ്രാർത്ഥനയാണോ? നിങ്ങൾ കേൾക്കൂലെന്നല്ലേ, പ്രാർത്ഥന കേൾക്കൂലെന്ന് ലായിസ്മൗദ് ആക്കൂന്നല്ലേ. ഇങ്ങനൊക്കെ സിദ്ധാന്തം ഉണ്ടാക്കിയാൽ എവിടെയാ പോവാന്നറിയോ? എവിടെ എത്തും ഇത്? നിങ്ങൾ മനസ്സിലാക്കണം. ലാ യസ്മഉ ദുആക്കും എന്ന് പറഞ്ഞാൽ മരിച്ചു മൺമറഞ്ഞു പോയ ആളുകൾ കേൾക്കില്ല, വിഗ്രഹങ്ങൾ കേൾക്കില്ല, അതാണ് അർത്ഥം. കാരണം അവരെ അംവാത്തുൻ ഗൈറു അഹ്യാ, ജീവനില്ലാത്തവരാണ്, അവർ കേൾക്കില്ല. ഇത് ഖുർആൻ പറഞ്ഞു. ഇതിന് തഫ്സീർ എഴുതിയപ്പോൾ മഹാനായ ഇമാം ഖുർത്തുബി പറഞ്ഞു, അള്ളാഹു അവർക്ക് ജീവൻ നൽകിയാൽ അവരെന്തെടുക്കും? വലൗ സമയൂന്നല്ലേ അതിന്റെ ബാക്കി, വലൗ സമയൂ എന്ന് ബാക്കിയല്ലേ. അപ്പോൾ വലൗ സമയൂ എന്ന് ബാക്കിയുള്ളത് കൊണ്ട് തന്നെ അള്ളാഹു ഇതിന് ജീവൻ കൊടുത്താൽ അത് നിർക്കും, കേൾക്കും. അങ്ങനെ കേട്ടാലും മസ്തജാബൂലക്കും. അപ്പോൾ കേൾക്കലാണോ അടുത്ത വിഷയം? ഇനി ഇത് മാത്രമല്ല, ഇത് പലപ്പോഴും നമ്മളെ ഓതിക്കൊടുക്കണ ആർക്കാണ്? ഓതിക്കൊടുക്കണാരാ? ബദറിൽ ഇതാ നബി വിളിച്ചു പറഞ്ഞപ്പോ അബൂജഹൽ കേട്ടില്ലേ? ഖലീബില് ആ പൊട്ടക്കണക്കിടുന്ന ആളുകൾ കേട്ടില്ലേ? മരിച്ചൊരു കറഅ്നാലിഹിം, മരിച്ചിട്ട് കബറിൽ നിന്ന് അണ്ടെടുക്ക് നടന്നു വരുന്ന ആൾക്കാരുടെ കാലടി ശബ്ദം കബറിലുള്ളൊരു കേൾക്കുമെന്ന് ഹദീസിലില്ലേ? അപ്പോഴാണ് നമ്മൾ ഓതിയത് എന്ത്? വലൗ സമയൂ, കേൾപ്പിക്കലല്ലോ നിങ്ങളുടെ ഉദ്ദേശം. കേൾക്കുമെന്ന് വന്നാൽ തന്നെ മസ്തജാബൂലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം തരില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ പാരത്രിക ലോകത്ത് നിങ്ങൾ ചെയ്ത ശിർക്കിനെ നിഷേധിക്കുകയും ചെയ്യും. അപ്പൊ കേട്ടാ പിന്നെ ശിർക്കല്ലാതാവോ? ഇത് കേട്ടാൽ ശിർക്കല്ലാതാവോ? ഇപ്പോൾ ഒരാൾ മാതാമൃതാനന്ദമോയുടെ മുന്നിൽ പോയിട്ട് ദുആ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എന്താ ദുആ ചെയ്യണത്? അമ്മേ കാക്കണേ എന്ന് ദുആ ചെയ്യാണ്. മനസ്സിലാക്കണം. എനിക്ക് സ്വർഗം തരണേ. ആരോടാ ദുആ ചെയ്യണത്? ഇതാര് കേട്ടു? അപ്പോൾ ദുആയാവോ? ദുആയാണെങ്കിൽ എന്തെടുക്കൂല? അമൃതാനന്ദമായി കേൾക്കൂല. കേട്ടത് കൊണ്ട് അതെന്തല്ല. ഇങ്ങനുണ്ടോ? എന്ത് കഷ്ടമാണ്. അതാണ് വലൗ സമയൂ എന്ന ആയത്തിന് തഫ്സീർ ഇമാം ഖുർത്തുബി പറയുന്നുണ്ടെന്ന് വായിച്ചു നോക്കും. വിഗ്രഹത്തിന് പോലും ജീവൻ കൊടുത്താൽ ചിലപ്പോൾ കേട്ടെന്ന് വരും. കേൾക്കുക എന്നുള്ളതല്ല എൻ്റെ മാനദണ്ഡം. കേട്ടാൽ തന്നെയും മസ്തജാബുലക്കും, അത് ഉത്തരം തരില്ല എന്ന് മാത്രമല്ല, അത് കേട്ടത് കൊണ്ട് അത് ശിർക്കല്ലാതാവോ? വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും വലാ യുനബ്ബിയുക മിസ്ലു ഖബീർ. അപ്പോൾ ഈ കേൾക്കാതിരിക്കൽ എന്നുള്ളത് കൃത്യമാണ്. മരിച്ചവരോ പറയുന്ന കല്ലോ മരവോ ഇതൊന്നും കേൾക്കൂല. വലൗ സമയൂ, അങ്ങനെ പിന്നെ ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കില്ല എന്ന് തന്നെയാണ്. കേട്ടത് കൊണ്ട് അത് ദുആയാവൂല എന്ന് പറയുന്ന ആ തലതിരിഞ്ഞ വാദം കൊണ്ടുവരാനാണ് ഈ വാദം കൊണ്ടുവന്നത്. അതിനെ ഗണ്ണിച്ചിട്ടുണ്ട് ഇസ്ലാമിക ലോകം. മാത്രമല്ല വിസ്റ്റം വിഭാഗത്തിലെ തന്നെ ആളുകൾ ഈ രൂപത്തിൽ തന്നെ പറഞ്ഞ ക്ലിപ്പുകൾ വേറെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ ഞാൻ അങ്ങോട്ട് ക്ലിപ്പിലേക്കൊന്നും മറ്റേക്ക് പോണില്ല. നേരെ മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാട് അവർ കേട്ടു എന്ന് പറഞ്ഞാലും കേട്ടില്ല എന്ന് പറഞ്ഞാലും അവരോട് ദുആ ചെയ്താൽ അത് തന്നെയാണ്.
ശിർക്ക് തന്നെയാണ്. കേട്ടത് കൊണ്ട് ദുആ ആകാതിരിക്കൂല, അതൊരു തലതിരിഞ്ഞ വാദമാണ് എന്ന് മാത്രമാണ് എന്നെ സംബന്ധിച്ച് ചുരുക്കി പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. സമസ്ത അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാം, ഇവർ രണ്ടുപേരുടെയും അക്കീദ ഷിയായിസത്തിൽ ബേസ് ചെയ്തതാണെന്ന് അഹമ്മദ് അനസ് മൗലവിയുടെ പ്രസംഗങ്ങളിൽ നിന്ന് ധാരാളം മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവരെ ഇമാമ് നിർത്തിക്കൊണ്ട് അതിൻ്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുന്നതിൻ്റെ ഒരു വസ്തുത എന്ത്? ഈ ഇമാമത്തിൻ്റെ മസല വേറെ തന്നെ പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ അത് ചിലപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവും. എന്നാലും ഞാൻ സൂചിപ്പിക്കുകയാണ്, ഇമാമത്തുമായി ബന്ധപ്പെട്ട ഒരു സംഗതി എന്ന് വെച്ചാൽ ഒരു ഇമാമിനെ പോയി പൊളിച്ചു നോക്കേണ്ടതില്ല എന്നുള്ളതാണ്. എങ്ങനെ ഒരു ഇമാമിനെ പോയിട്ട് ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് ഞാൻ എന്തെടുക്കാം, കൈ കെട്ടണമെന്ന് ഞാൻ തീരുമാനിക്കാം, അങ്ങനെ വേണോ? ഇല്ല. പൊതുവായൊരു പള്ളി ബാങ്ക് കൊടുക്കുന്നു, അവിടെ പൊതുവായ ഒരു ഇമാമുണ്ട് എങ്കിൽ അയാളുടെ പുറകെ പോയി നമ്മൾ എന്തെടുക്കുന്നു, നിസ്കരിക്കും. അതേസമയം ഒരാൾ വ്യക്തമായ ബിദ്ഈയാണ് അല്ലെങ്കിൽ ഫാസിഖാണ് എന്ന് നമുക്ക് വ്യക്തിപര പേഴ്സണൽ അറിയാം എങ്കിൽ അവിടെ പുറകെ നിസ്കരിക്കരുത്. അത് ബിദ്ഈയാണെന്നല്ല, ഒരു ഫാസിക്കായ ഒരാളാണ്, ഒരു ശുദ്ധ തെമ്മാടിയായ ഒരാളാണെന്ന് വിചാരിക്കുക. അയാളാണെന്ന് പറഞ്ഞാൽ അവിടെ പുറകെ എന്തെടുക്കണ്ട, നിസ്കരിക്കണ്ട. പരസ്യമായ ഒരു ബിദ്ഈയായ ഒരാളാണെങ്കിൽ അവിടെ പുറകെ നിസ്കരിക്കേണ്ടതില്ല. അതാണ് അഹ്ലു സുന്നയുടെ നിലപാട്. അതേസമയം ഒന്നുകൂടി മനസ്സിലാക്കണം, ഒരാൾക്ക് ജമാഅത്ത് ഉണ്ട്, ആ നാട്ടിൽ ആരേ ഉള്ളൂ, ഇങ്ങനൊരു ഇമാമേ ഉള്ളൂ എങ്കിൽ അയാൾക്ക് അതിൻ്റെ പേര് ജമാഅത്ത് നഷ്ടപ്പെടുത്താൻ അധികാരം ഇല്ല. ഇതാണ് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞത്. മനസ്സിലായോ? ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് ഇപ്പോൾ ആൾക്കാരുടെ നിലപാട് ബുഖാരി തൻ്റെ സ്വഹീഹിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. കാലൽ ഹസനു എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്വല്ലി ഖൽഫഹു, പുറകെ പോയി നിസ്കരിക്കേണ്ടി വരും ചില സമയങ്ങളിൽ. അതിന് തെളിവെന്ന് വെച്ചാൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ശറഹ് അഖീദത്തുൽ തഹാവിയിൽ വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. അതാണ് ഒറ്റ വാചകത്തിൽ പറഞ്ഞു പോകല്ല വേണ്ടത്, വിശദമായി തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ശറഹ് അഖീദത്തുൽ തഹാവിയിൽ വളരെ വിശദമായി സംസാരിക്കുന്നുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വീട് വളഞ്ഞ് ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊന്ന കലാപകാരികൾ അവർ ബന്ദിയാക്കി വെച്ചു. ഉസ്മാൻ റളിയല്ലാഹു പള്ളിയിൽ പോലും വിടാതെ ബന്ദിയാക്കി വെച്ചു. പള്ളി പിടിച്ചെടുത്തു. പള്ളിയിലെ ഇമാമാരാ ആരാ? ഈ കലാപകാരികൾ, ഉസ്മാൻ റളിയല്ലാഹു കൊല്ലാൻ വന്ന ആളുകൾ. അപ്പോൾ സ്വഹാബത്തുക്ക് അന്ന് ഹജ്ജിന് പോയിരിക്കണം. അവിടെയുള്ള ആളുകൾ, വിശ്വാസികളായ ആളുകൾക്ക് അവർക്ക് സംശയം ഉണ്ടായി, ഇവരുടെ പുറകെ നിസ്കരിക്കാൻ പറ്റുമോ? ഇവർക്കൊരു ചോയ്സുകൾ, ഒന്നിൽ അവരുടെ പുറകെ നിസ്കരിക്കണം, അല്ലെങ്കിൽ എന്തെടുക്കണം. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അടക്കം ആളുകളൊക്കെ വന്നിട്ട് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു, പോയി നിസ്കരിക്കാനാണ് പറഞ്ഞത്. ആ പേരും പറഞ്ഞ് ജമാഅത്തോ ജുമുഅയോ ഒഴിവാക്കാൻ എന്തില്ല നമുക്ക് അവകാശമില്ല. അവരുടെ പുറകെ നിസ്കരിക്കും. മാത്രമല്ല അവരുടെ വിദേഹത്ത് അവർക്ക് കൊടുത്തേക്ക്, നമുക്കത് വേണ്ട. അവരുടെ വിദേഹത്ത് അങ്ങോട്ട് തന്നെ കൊടുത്തേക്ക്. സ്വല്ലി ഖൽഫഹും, അവരുടെ പുറകെ നിസ്കരിച്ചു. ഇതാണ് ആ വിഷയത്തിലെ നിലപാട്. എന്ന് വെച്ചാൽ നിർബന്ധിത സാഹചര്യമാണ്, വേറൊരു നിർവാഹമില്ല. ചില ആളുകൾ അങ്ങനെയുണ്ട്, ഞാൻ അങ്ങോട്ട് ജമാഅത്തിൽ ഇല്ല, ഞാൻ ജുമുഅക്കില്ല, അവിടെ അങ്ങനത്തെ ഇയാളാണ് ഇങ്ങനത്തെ. അങ്ങനെ ജമാഅത്തും ജുമുഅയും ഒഴിവാക്കാൻ ഇതെന്തല്ല കാരണമാക്കണ്ട, അതിനവകാശമില്ല. നിർബന്ധിത സാഹചര്യമാണ് അങ്ങനെ. എന്നാൽ ചോയ്സ് ഉണ്ട്. എന്ത്? ഇപ്പറഞ്ഞ ഒരു ഫാസിക്കായ ഇമാമാന്ന് വിചാരിക്കുക, ഇപ്പുറത്തല്ല മുത്തഖയായ ഇമാമുണ്ടെങ്കിൽ നിങ്ങൾ തീർത്താൽ മതി. നടന്നിട്ടാണെങ്കിലും കുറച്ച് കൂടുതൽ പോയിട്ടാണെങ്കിൽ അവിടെ പോയി നിസ്കരിച്ചാൽ മതി. മനസ്സിലായില്ല? അതാണ് ആ വിഷയത്തിൽ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. അതിനെ സംബന്ധിച്ച് വിശദമായ കാര്യങ്ങൾ പണ്ഡിത ലോകം സംസാരിക്കുന്നുണ്ട്. ഇനി ഒരാൾ അയാളെ ഇമാമാക്കണമെങ്കിൽ അയാളെ പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് അയാൾ അഖീദയൊക്കെ ബോധ്യപ്പെട്ടിട്ട് പുറകെ നിസ്കരിക്കണമെന്ന നിയമം എന്തല്ല, അത് ഉരുവാണ്, അത് വേലി ചാടലാണ്. അതിനെക്കുറിച്ചും പണ്ഡിത ലോകം വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. വിശദമായ പഠനങ്ങൾ ആ വിഷയത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ അത് മാത്രം വേണമെങ്കിൽ നമുക്ക് എന്തെടുക്കുക, ഇരുന്നിട്ട് ചർച്ച ചെയ്ത് മനസ്സിലാക്കാം. അതാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഈ മുഹറം മാസത്തിലും നമുക്ക് ഈ നോമ്പിനോടനുബന്ധിച്ചിട്ട് പല സംഘടനകൾ തമ്മിൽ പല വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവർത്തകർക്കിടയിലും ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ റമദാനിലും ശവ്വാലിലും ദുൽഹിജ്ജയ്ക്ക് മാത്രം നമ്മൾ മാസം നോക്കുകയും ബാക്കി കണക്കനുസരിച്ച് മാസം നിശ്ചയിക്കുകയും ചെയ്യുന്നത് അഹ്ലുസുന്നയുടെ നിലപാടാണോ? ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കൺഫ്യൂഷനുകൾ ഇവിടെ ഉണ്ടാവുകയും ഒരു കാലഘട്ടത്തിൽ ഖാളി സിസ്റ്റം ഇവിടെ വരികയും, അപ്പോൾ നമുക്കറിയാം ഒരു മഹലിൽ തന്നെ, ഈ മഹലിൽ പെരുന്നാളുണ്ടെങ്കിൽ അപ്പുറത്തെ മഹലിൽ ആ ഖാദിയുടെ കീഴിൽ
അങ്ങനൊരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്ത സന്ദർഭത്തിൽ ഇവിടെ രൂപീകൃതമായതാണ് ഹിലാൽ കമ്മിറ്റി. നമ്മൾ ഒരുപക്ഷെ നമ്മൾ ഊഹിക്കുന്നതിനപ്പുറം കഴിവുള്ള ആലിമീങ്ങളാണത് കൈകാര്യം ചെയ്യുന്നത്. ഗോളശാസ്ത്രത്തിൽ, എൽമുൽ ഫലക്കിൽ ഒക്കെ വളരെ അവഗാഹമുള്ള പണ്ഡിതന്മാരാണത് കൈകാര്യം ചെയ്തത്. അവസാനം AP അബ്ദുൽ ഖാദർ മൗലവി വരെ ലാസ്റ്റ് നമുക്കറിയാം ആ രംഗത്ത് വളരെ സജീവമായി നിന്ന ആളാണ്. എന്തുകൊണ്ട് ഇപ്പോൾ മാത്രം ഇതൊരു തർക്കമായി? ഇതുവരെ മുഹറം നോമ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് ആരെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? നമ്മളാരെങ്കിലും തർക്കിച്ചിട്ടുണ്ടോ? മുഹറം നോമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഇതെപ്പോഴുണ്ടായതാ? ഇതെപ്പം മുതലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്? പുതിയ ഒരു വിസ്റ്റം എന്ന് പറഞ്ഞൊരു സാധനം രൂപപ്പെട്ട് അതിൻ്റെ ഒരു ഹിലാൽ കമ്മിറ്റി വന്നപ്പോഴാണ് ഇതിപ്പോൾ ഈ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഇതുവരെ സ്വീകരിച്ച് വന്ന ഹിലാൽ കമ്മിറ്റി രൂപീകൃതമായത് മുതൽ ഇതുവരെ രൂപീകരിച്ച് വന്ന ഒരു തത്വം ഈ പറയുന്ന ആളുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഘട്ടത്തിലും അവരൊക്കെ നോമ്പ് നോറ്റത് ഈ ഹിലാൽ കമ്മിറ്റിയുടെ നിലപാട് പ്രകാരമാണ്. മിനിഞ്ഞാന്നൊരു ഗ്രൂപ്പ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്തെടുക്കുക, പുതിയ ഒരു സിസ്റ്റമാണ് എന്നുള്ള രൂപത്തിലേക്ക് അങ്ങോട്ട് പോവുക. എന്നിങ്ങനെ എല്ലാ മാസവും പോയി പിന്നെ പറ കണ്ട് ബോധ്യപ്പെട്ടാലേ നമ്മൾ നോമ്പ് നോക്കേണ്ടതുള്ളൂ എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക്. ഒന്നെന്ന് വെച്ചാൽ ഈ മസ്അല ഏത് ഹിലാലുമായി ബന്ധപ്പെട്ട മസ്അല വാസിയായ മസ്അലയാണ്. ആദ്യം അത് മനസ്സിലാക്കണം. ഹിലാലുമായി ബന്ധപ്പെട്ട മസ്അലകൾ എന്താണ്? അമ്രുൻ വാസി, വിശാലാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ എത്രത്തോളം എത്തിച്ചപ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടേണ്ടത് എവിടെയാണ്? എവിടെയാ? നെഞ്ചിലാണെന്ന് വാദപ്രതിവാദം നടത്തിയ ആൾക്കാരാണ് ആര്? മുജാഹിദുകൾ അല്ലേ? നെഞ്ചിലാണ് കൈവെക്കുന്നത്. ആ ഹദീസ് സ്വഹീഹല്ല എന്ന് വാദിച്ചു വന്ന ആളുകൾക്ക് ഖണ്ഡനം എഴുതി മറുപടി പറഞ്ഞവരാണ് ആര്? മനസ്സിലായോ? അപ്പോൾ ആ ഖണ്ഡനം പറഞ്ഞ് വാദപ്രതിവാദം നടത്തിയെന്ന് മാത്രമല്ല, ഏതാണ്ട് 10 മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആദ്യമുണ്ടായ പിളർപ്പിൽ വലിയൊരു വിഷയം തന്നെയായിരുന്നു. എന്ത് കൈകിട്ടുന്ന കാലത്തിൽ കണിച്ചത് വേണ്ടോ ഇല്ലെന്ന് ആ കാലഘട്ടത്തിൽ ചർച്ച ചെയ്ത ആളുകളാണ്. പക്ഷേ ഒരു അറബി പണ്ഡിതൻ്റെ ഒരു പ്രസംഗം വന്നു. നെഞ്ചത്ത് കൈകിട്ടൽ മക്രൂഹാണ് എന്ന് പറഞ്ഞു. നെഞ്ചത്ത് കൈകിട്ടുന്നത് മക്രൂഹാണ്. അപ്പോൾ എന്താ വിസ്റ്റം നേതാക്കളിൽ ഒരാൾ പ്രസംഗിച്ച മറുപടി പ്രസംഗത്തിൽ പറഞ്ഞത് ഇത് അമ്രും വാസിയാണ്, എവിടെയും കെട്ടാം. പ്രസംഗിച്ചില്ലേ? ഇത് വിശാലമായ മസലയാണ്, വാസിയായ വിശാലമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവിടെ കെട്ടിയാലെന്താ, ഇവിടെ കെട്ടിയാലെന്താ, ഇവിടെ കെട്ടിയാലെന്താ, ഇവിടെ കെട്ടിയാലെന്താ, മുന്നിൽ കെട്ടിയാൽ മതി എന്നാണ്. ഇങ്ങനെ കെട്ടരുത്. അതാണ് മുന്നിൽ കെട്ടുക എന്ന്. അലാ സദ്രി എന്ന് വെച്ചാൽ മുന്നിൽ കെട്ടുക എന്നാണ്. അത് മുന്നിൽ എവിടെയും കെട്ടുക എന്നുള്ള കോലത്തിലായി. അത് അമ്രും വാസിയായി. അങ്ങനെ അത് അമ്രും വാസിയാക്കിയ ആളുകളാണ് അമ്രും വാസി എന്ന് പണ്ഡിതന്മാർ പറഞ്ഞൊരു മസല എടുത്തിട്ട് കണിശം. മനസ്സിലായോ? ഈ വലക്കുമായി ഹിലാലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് ചർച്ചകളുണ്ട്. ഇവിടെ ഇഖ്തിലാഫുൽ മസാലിയുണ്ട്. ലോകത്ത് എവിടെയെങ്കിലും ഒരിടത്ത് കണ്ടു കഴിഞ്ഞാൽ ബാക്കി അതിന് മുമ്പ് സമയം അറിഞ്ഞാൽ കിട്ടുമെന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് മസാലകളുണ്ട്. പക്ഷെ അതിനൊന്നും പറഞ്ഞിട്ട് തർക്കിക്കരുതെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഉലമാക്കൾ പറഞ്ഞത്. അതത് നാടിൻ്റെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് നിങ്ങൾ ഖുർആനും സുന്നത്തിനും എതിരാകാത്ത രൂപത്തിൽ നിങ്ങളിത് കൊണ്ടുപോയിക്കോന്നാണ് എല്ലാ ഉലമാവും പറഞ്ഞത്. അല്ല കഷ്ടം പിടിച്ച് തർക്കിച്ച് മുസ്ലിം മത്തിൽ ഭിന്നിപ്പുണ്ടാക്കരുതെന്നാണ് ഈ വിഷയത്തിൽ പണ്ഡിത ലോകം പറഞ്ഞത്. ആ നിലപാട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ച നിലപാട് എന്ന് പറഞ്ഞ് ഇതിൽ അഭിപ്രായം പറയാം, ആർക്കും നിലപാട് പറയാം, ആയത്തോ ഹദീസ് ഉദ്ധരിക്കാം, തെളിവ് പറയാം. അവിടെ കണിശമായൊരു നിലപാട് മുജാഹിദുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ തസൂമു ഹത്താ തറവുൽ ഹിലാൽ എന്ന് പറഞ്ഞ രംഗങ്ങളിൽ ആ ഹദീസ് അങ്ങനെ തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോവുക. അവിടെയാണ് നോമ്പ്, പെരുന്നാൾ, 2 പെരുന്നാളുകൾ, ഹജ്ജിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഹിലാല് നോക്കി ബോധ്യപ്പെട്ട് കണ്ണുകൊണ്ട് കണ്ട് അതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ബാക്കിയുള്ള മാസങ്ങൾ കണക്കാക്കാനോ ഹിലാൽ അടിസ്ഥാനത്തിൽ തന്നെയാണ് കലണ്ടർ ഹിജറി കലണ്ടർ എന്ന് പറഞ്ഞാൽ തന്നെ ഹിലാൽ അടിസ്ഥാനത്തിലാണ് രൂപീകരിച്ചത്. പക്ഷെ അവിടെ കണ്ണുകൊണ്ട് കണ്ടാലല്ലാതെ ആ മാസം കണക്കാക്കരുത് എന്ന നിർദ്ദേശമില്ലാത്തത് കൊണ്ട്, പ്രവാചകന്റെ പ്രത്യേക നിർദ്ദേശം ഇല്ലാത്തത് കൊണ്ട് അത് കലണ്ടർ അടിസ്ഥാനത്തിൽ പോവുക എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഒരു കലണ്ടർ സിസ്റ്റത്തിൽ അത് വരുന്നതിന് മുമ്പുള്ള നിലപാടുകൾ നബിയുടെ കാലത്ത് സ്വഹാബത്തിന്റെ കാലത്ത് അവിടെ എല്ലാ മാസവും നോക്കൽ തന്നെയാണ്, അല്ലൊന്നും തർക്കില്ല. എല്ലാ മാസവും നോക്കൽ തന്നെയാണ്. അവരുടെ പൊതുവായ ആദിയായ കാര്യങ്ങളൊക്കെ അവരങ്ങനെ തന്നെ നിലനിർത്തി പോകുന്നത്. നബിയാകുന്നതിന് മുമ്പ് ആളുകളെ സംബന്ധിച്ചത് ഹിലാൽ അനുസരിച്ചിട്ട് അവർ മാസങ്ങളെ കണക്കാക്കുമായിരുന്നു.
നോക്കുമായിരുന്നു. അവരുടെ ആദിയായ രൂപത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാസങ്ങൾ നിർണ്ണയിക്കാൻ അവർ സ്വീകരിച്ച നിലപാട് സ്വീകരിക്കുമായിരുന്നു. അവിടെ റസൂലുള്ള നോമ്പിൻ്റെ കാര്യത്തിൽ നിർബന്ധമായ ഇത് ഇങ്ങനെ നെഹിയും വന്നു, അതുപോലെ തന്നെ അമ്രും വന്നു. ആ കാര്യങ്ങളിൽ റസൂലുള്ളാഹിൻ്റെ ആ വാചകത്തെ അങ്ങനെ തന്നെ സ്വീകരിക്കുക എന്നുള്ള നിലപാട് നമ്മൾ സ്വീകരിച്ചു. മറ്റു കാര്യങ്ങളിൽ ഇപ്പോൾ ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വരെ ചില കാര്യങ്ങൾ അമ്രും വാസി എന്ന പണ്ഡിതന്മാരോ ഈ നിർദ്ദേശമുള്ള സംഗതികൾ, ഇപ്പോൾ ഇഖ്തിലാഫുൽ മത്താലി പോലെയുള്ള സംഗതികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് ചർച്ചയുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. അവിടെയാണ് ഈ മുഹറം പോലെയുള്ള മാസങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ പോയി കണ്ടാലേ ബോധ്യപ്പെട്ടാലേ നമുക്ക് മാസങ്ങൾ നിർണ്ണയിക്കാൻ കഴിയൂ എന്ന ഒരവസ്ഥയിലേക്ക് ഈ സംഘത്തിൽ അവർക്കതിന് സ്വാതന്ത്ര്യം ഉണ്ട് കേട്ടോ. അതിന് അമ്രും വാസിയാകുമ്പോൾ അവർക്ക് സ്വാതന്ത്ര്യമില്ലേ, അവർ പോയി കണ്ടോട്ടെ. പക്ഷേ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ മാസവും നിങ്ങൾ ഇനിയിപ്പോൾ നേരെ ഓഫീസിലേക്ക് വിളിക്കണം, ഇന്ന് എവിടെയാണ് കണ്ടത്. നമ്മൾ ചെയ്യേണ്ട വർക്ക് അതാ, എല്ലാ മാസവും വിളിക്കുക, ഒന്നായോ അവർ കണ്ട്, ആര് എവിടെ കണ്ടു, കണ്ടവരാര്, സാക്ഷി ആര്, എല്ലാ മാസവും കൃത്യമായിട്ട് ആളുകൾ പോയി ചോദിക്കുക. സാക്ഷിയുടെ പോയി ചോദിക്കുക, കണ്ട, നീ കണ്ടോ? ഇത് ബോധ്യപ്പെടുത്തി പോകൽ ഇവരുടെ ബാധ്യതയാണ്. കാര്യം യുസ്രായ ഒന്നിനെ ഉസ്രാക്കിയാൽ ഓനെ അത് ആ ഉസ്രും കൊണ്ട് അവനെ പോകുമെന്ന് പറഞ്ഞില്ലേ, ഓനം കൊണ്ട് പോകുമെന്ന് പറഞ്ഞില്ലേ നബി. നമ്മൾ ചെയ്യേണ്ട പണി അതാ. നമുക്ക് അൽഹംദുലില്ലാ റാഹത്ത്. കാര്യം വെച്ചാൽ നമ്മൾ ഈ കലണ്ടറൊക്കെ നോക്കിയിരിക്കണ്ടല്ലോ, നിങ്ങളിപ്പോൾ കാണാൻ പോകണ്ടല്ലോ, ആ കണ്ട ആളാരാ, ആ സാക്ഷി ആരാ, ഒന്നായോ, എല്ലാ മാസവും വിളിച്ചു. പേപ്പർ വേണ്ട. എങ്ങനെ ഇന്ന് മാസപ്പിറവി കണ്ടതിനാൽ നാളെ ഒന്ന്, ആ പേപ്പർ അടിയിൽ ഇന്നാൾ ഒപ്പ് അതാ കൈവച്ചാൽ മതി. ആര് കണ്ടു, ആരാ സാക്ഷി, എല്ലാ മാസവും റിപ്പോർട്ട് വരിക. എവിടുന്ന് കണ്ടു, പഴയതുപോലല്ല. ഇപ്പോൾ കണ്ടാൽ വെറുതെ കണ്ടിട്ട് പോരാൻ പറ്റുമോ? കാരണം ക്യാമറ എടുത്ത് ക്ലിക്ക് ചെയ്ത് വരണം കണ്ടത്. അങ്ങനെ വന്നപ്പോൾ ബെടുക്കൽ അപ്പുറം ബിടുക്കൽ, അങ്ങനെ പോയി അങ്ങേറ്റം പോകേണ്ടി വരും ഇതിപ്പോൾ ഇതൊപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം അമ്രും വാസിയാണ്. ഒരു കണ്ടോട്ടെ, ഒരു പണി അവർക്ക് ഉണ്ടായിക്കോട്ടെ, നമുക്കൊരു തടസ്സമില്ല. നമുക്ക് ആവശ്യത്തിൽ തർക്കിക്കേണ്ട കാര്യമില്ല. നമുക്കൊരു നിലപാടുണ്ട്. ഓരത് കണ്ടോട്ടെ, എല്ലാ മാസവും കൃത്യമായിട്ട് നമുക്ക് വിവരം തരണം. ആ പണി അവർ കൃത്യമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മളതിൽ തർക്കിക്കണ്ട, ഒരു പണി ഇതെടുത്തോട്ടെ. നമുക്ക് ആ വിഷയത്തിലൊരു നിലപാടുണ്ട്. അത് ഇഷ്ടം ഉണ്ടായതിന് മുമ്പുണ്ടായ നിലപാടാണ്, ഇന്നലെ വന്ന നിലപാടല്ല. അന്ന് എല്ലാവരും ഒന്നിച്ച നോമ്പ് പറ്റ്. ഇന്നത്തെ ഈ കാതയന്മാരൊക്കെ ഒന്നിച്ച് നമ്മളൊന്ന് നോമ്പ് പറ്റ്. ഇപ്പോൾ ഒരു പുതിയ വഹയോ അല്ലെങ്കിൽ വെളിപാടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോ,